ഹായ് ആൾ, വെൽക്കം ടു ടെക് PSC. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീൽ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റിയറിംഗ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് സിസ്റ്റത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് വീൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമുക്കറിയാം നമ്മളൊരു വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്. നോർമലി നമ്മളുടെ ഒരു വീൽ അലൈൻമെൻറ്റിൻ്റെ പർപ്പസ് എന്താണ്? നമ്മുടെ ടയറിൻ്റെ കൂടുതൽ ലൈഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ വാഹനം സുഗമമായിട്ട് ഓടിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലേ, ഡയറക്ഷൻ സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ വാഹനത്തിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ടയറിൻ്റെ വിയർ ആൻഡ് ടിയർ കുറക്കുന്നതിന് വേണ്ടി, ടയറിൻ്റെ ലൈഫ് കൂട്ടുന്നതിന് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വാഹനത്തിൽ വീൽ അലൈൻമെൻറ്റ് കൃത്യമായിട്ട് ചെയ്യുന്നത്. ഒരു നിശ്ചിത കിലോമീറ്റർ ഇടവേളകളിൽ നമ്മൾ എന്ത് ചെയ്യും, വീൽ അലൈൻമെൻറ്റ് ചെയ്യും. സോ നമുക്ക് വീൽ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വീൽ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തെ നമുക്ക് സ്റ്റിയറിംഗ് ജോമെട്രി എന്ന് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ പറയാം. നമ്മൾ വീൽ അലൈൻമെൻറ്റിൽ പഠിക്കാൻ പോകുന്ന കാര്യം ഇന്ന് സ്റ്റിയറിംഗ് ജോമെട്രിയാണ്. സ്റ്റിയറിംഗ് ജോമെട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ടിട്ട് വീലുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന കുറച്ച് ആംഗിൾസ് ഉണ്ട് അല്ലേ, ആ ആംഗിൾസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഫസ്റ്റ് നമുക്ക് വീൽ അലൈൻമെൻറ്റ് എന്താണെന്ന് പറയാം അല്ലേ. നോർമലി എന്താണ് ഒരു വീൽ അലൈൻമെൻറ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെല്ലാവരും വീൽ അലൈൻമെൻറ്റ് എന്താ എന്നുള്ളതും വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് നോക്കാം. വീൽ അലൈൻമെൻറ്റ് റെഫേഴ്സ് ടു ദി റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദി വീൽ ഫോർ ഒബ്റ്റെയിനിങ് എ ട്രൂ ആൻഡ് ഫ്രീ റോളിംഗ് മൂവ്മെൻറ്റ് ഓവർ റോഡിലൂടെ ഒരു ഫ്രീ ആയിട്ടുള്ള നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു റോളിംഗ് മൂവ്മെൻറ്റ് വീലിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീലിനെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വീൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വീൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ വീൽസ് are mounted directly onto the vehicle at right angles, then the vehicle would actually be very difficult to handle. It would steer poorly and would be particularly dangerous at high speeds. നമ്മൾ ഒരു വാഹനത്തിൻ്റെ വീലുകൾ വാഹനത്തിൻ്റെ വീലുകൾ വെർട്ടിക്കലി 90 ഡിഗ്രിയിലാണ് എപ്പോഴും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീലിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, വീലിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സ്റ്റിയറിംഗ് തിരിച്ചിട്ടാണല്ലോ അല്ലേ വീലിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഡയറക്ഷൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും കാര്യങ്ങളും അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. അത് വളരെയധികം ഡിഫിക്കൽട്ട് ആവുന്ന ഒരവസ്ഥയിലോട്ടായിരിക്കും കടന്നു പോവുക. കാരണം 90 ഡിഗ്രിയിൽ വെക്കുന്നത്. അപ്പം സ്റ്റിയറിങ്ങിൻ്റെ ഇത് കാര്യങ്ങൾ പൂറായിരിക്കും. അതോടൊപ്പം തന്നെ ഹൈ സ്പീഡിൽ വാഹനം പോകുന്ന സമയത്ത് പർട്ടിക്കുലർലി അത് എന്തായിരിക്കും, ഡേഞ്ചറസ് ആയിരിക്കും. കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ്, നമുക്കൊരു അപകടത്തിന് സാധ്യതയുള്ള രീതിയിലായിട്ട് മാറും. മോറോവർ അതിൻ്റെ കൂടെ തന്നെ പറയാം, ടയർ വിൽ എക്സിബിറ്റ് റാപ്പിഡ് വിയർ അല്ലെ. ടയറിന് കൂടുതലായിട്ടുള്ള വിയർ നമുക്ക് എന്തായാലും ആ ഒരു 90 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടയറിന് വീഴും. അക്കോർഡിംഗ്ലി സെവറൽ വീൽ അലൈൻമെൻറ്റ് ഫാക്ടേഴ്സ് റിക്വയർഡ് കൺസിഡറേഷൻ ഫോർ സിമ്പിൾ സ്റ്റിയറിംഗ്, റിലയബിൾ ഹാൻഡ്ലിംഗ്, സ്മൂത്ത് കൺട്രോൾ ആൻഡ് ഫേവറബിൾ ടയർ വിയർ ക്യാരക്ടറിസ്റ്റിക്സ് മേ ബി ഒബ്റ്റെയിൻഡ്. അപ്പോൾ നമ്മൾ ഈ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലേ അതിൽ ഈ ഒരു ഫാക്ടേഴ്സിനൊക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സ്റ്റിയറിംഗ് സിമ്പിളായിരിക്കും. നമ്മൾ സ്റ്റിയറിംഗ് കൂടുതൽ ആയാസം കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റിയറിംഗ് തിരിച്ചെടുക്കാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ റിലയബിൾ ഹാൻഡ്ലിങ്, നമുക്കൊരു ഡയറക്ഷണൽ സ്റ്റെബിലിറ്റി കിട്ടും. കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിയറിങ്ങിനെ ഡയറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സ്മൂത്ത് കൺട്രോൾ ആൻഡ് ഫേവറബിൾ ടയർ വിയർ, നമ്മൾ ടയറിന് തേയ്മാനം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവിടെ ഒരു ഫ്രിക്ഷൻ വരുന്നുണ്ട്, റോഡ് ആൻഡ് ടയർ കോൺടാക്റ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഇത് അവിടെ വരും, എന്തായാലും അവിടെ ഒരു തേയ്മാനം വരും. പക്ഷേ എങ്കിലും നമുക്കൊരു ഏറ്റവും മിനിമം തേയ്മാനം വരും വേണം, നമുക്ക് നല്ല ഡയറക്ഷൻ സ്റ്റെബിലിറ്റി കിട്ടുകയും വേണം. അതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതാണ് വീൽ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ്. ഇനി അടുത്തൊരു പോയിന്റായിട്ട് നമുക്ക് പറയാം, വീൽ അലൈൻമെൻറ്റ് റെഫേഴ്സ് ടു ദ പൊസിഷൻ ഓഫ് ദി സ്റ്റീഡ് വീൽ എൻഷ്യൂർ സ്റ്റേബിൾ ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഡ്രൈവിംഗ്, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് റോളിംഗ് ഡ്യൂറിംഗ് സ്റ്റിയറിംഗ് ആൻഡ് പ്രോപ്പർ റിക്കവറി ഓഫ് വീൽസ് ആഫ്റ്റർ എ ടേൺ. നമ്മളൊരു വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ വീൽ അലൈൻമെൻറ്റ് പൊസിഷനിങ് കറക്റ്റ് ഇതാകുന്നത് കൊണ്ടുള്ള കാര്യം എന്താണ്, സ്റ്റേബിൾ സ്ട്രെയിറ്റ് ലൈൻ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മൾ ഒരു ഡയറക്ഷൻ നേരെ പോകേണ്ട അവസ്ഥയിലും സ്റ്റിയറിങ്ങിൽ കൂടുതൽ ആയാസം കൊടുക്കാതെ ഒരു ഫിക്സ് ആയിട്ട് നിന്നതിന് വാഹനം ഡയറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ കഴിയണം. അതാണ് നമ്മളൊരു കാര്യമില്ല, നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുമ്പോൾ എല്ലാ സമയത്തും സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഒരു ഡയറക്ഷൻ ഒരു കൺട്രോൾ ചെയ്യുന്ന രീതിയിലൊരു ഫോഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ യാത്ര അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിനെ ഒരു അൺകംഫർട്ടബിൾ ആക്കി മാറ്റും അല്ലേ. then അതേപോലെ തന്നെ സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് റോളിംഗ് ഡ്യൂറിങ് സ്റ്റിയറിംഗ് ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് പെർഫെക്റ്റായിട്ട് ടയർ എന്ത് ചെയ്യണം, റോൾ ചെയ്യണം. ടയർ റോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ടയർ റോഡിലൂടെ കറങ്ങിയിട്ട് പോകുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർ റിക്കവറി ഓഫ് വീൽസ് ആഫ്റ്റർ എ ടേൺ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീൽ അലൈൻമെൻറ്റ് ഫാക്ടറും കൂടി ഘടകം അത് തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്തും ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു വാഹനത്തെ ഒരു വളവ് ഒടിക്കുക, ഒരു ടേൺ ചെയ്യണം വാഹനത്തെ.
ടേൺ ചെയ്ത് കഴിഞ്ഞിട്ട് വീല് വീണ്ടും ആ ഒരു പ്രോപ്പർ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് പൊസിഷൻ നോർമലി ഇല്ല സ്ട്രെയിറ്റ് ആയിട്ടില്ല ആ പൊസിഷനിലോട്ട് തിരിച്ചു വരണം. അത് ഒരു പ്രോപ്പറായിട്ട് അത് തിരിച്ചു വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീണ്ടും നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് കുറക്കാൻ കഴിയും. അത് സ്ട്രെയിറ്റ് ആയിട്ട് വാഹനത്തിൻ്റെ ഡയറക്ഷൻ നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി കൺട്രോൾ കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഇതൊക്കെ നമ്മൾ ഈ വീൽ അലൈൻമെൻറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത് എവിടെയാണ്, വീൽ അലൈൻമെൻറ്റിലൂടെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീൽ അലൈൻമെൻറ്റിൽ പറയും. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ടൈപ്സ് ഓഫ് വീൽ അലൈൻമെൻ്റ് ആണ്. 3 ടൈപ്പ് ഓഫ് വീൽ അലൈൻമെൻ്റ് ആണ് ജസ്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് സിംഗിൾ ലൈനായിട്ട് സൂചിപ്പിക്കുന്നു കേട്ടോ. ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് എന്താണ് എന്നുള്ള പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡ് അലൈൻമെൻറ്റ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡ് അലൈൻമെൻറ്റ്. ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്, മെഷേഴ്സ് ആൻഡ് അഡ്ജസ്റ്റ് ഓൺലി ദി ഫ്രണ്ട് ആക്സിൽ സൂട്ടബിൾ ഫോർ ദി വെഹിക്കിൾസ് വിത്ത് എ സോളിഡ് റിയർ ആക്സിൽ. സോളിഡായിട്ട് ബാക്കിൽ സിംഗിൾ സോളിഡ് റിയർ ആക്സിലുള്ള വാഹനങ്ങൾക്ക് നമ്മൾ ഫ്രണ്ടിൽ മാത്രമാണ് അലൈൻമെൻറ്റ് ചെയ്യുക അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രണ്ട് എൻഡ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഫ്രണ്ടത്തെ ആക്സിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാക്കിൽ എന്തായിരിക്കും, സോൾഡ് ആയിട്ടുള്ള ഒരു റിയർ ആക്സിലായിരിക്കും. രണ്ടാമത്തെ ത്രസ്റ്റ് ആംഗിൾ അലൈൻമെൻറ്റ്. എൻഷ്യൂർസ് ത്രസ്റ്റ് ആംഗിൾ എന്താണെന്ന് നമ്മൾ പറയും കേട്ടോ, ടൈമായിട്ട് തന്നെ പഠിക്കും. ത്രസ്റ്റ് ആംഗിൾ അലൈൻമെൻറ്റ് എൻഷ്യൂർ ദ റിയർ വീൽസ് ആർ കറക്റ്റ്ലി അലൈൻഡ് ബിഹൈൻഡ് ദ ഫ്രണ്ട് വീൽസ്. ഈ ഒരു പേര് തന്നെ ഉണ്ട്. ജസ്റ്റ് ത്രസ്റ്റ് കൂടിയും ഒന്നും കൂടിയും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു സ്ലൈഡായിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ത്രസ്റ്റ് ആംഗിൾ? ത്രസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടത്തെ വീലും റിയറത്തെ വീലും അല്ലേ, ഫ്രണ്ടിലെ 2 വീലുകളും റിയറിലെ 2 വീലുകളും കറക്റ്റായിട്ടാണ് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനാണ് ത്രസ്റ്റ് ആംഗിൾ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ത്രസ്റ്റ് ആംഗിൾ ഉണ്ടായി കഴിഞ്ഞാൽ വാഹനം ഒരു സൈഡിലോട്ട് വലിഞ്ഞു പോകും. അതിന് പറയുന്ന ഒരു പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് നമ്മൾ അടുത്ത സ്ലൈഡിലായിട്ട് പറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 വീൽ അലൈൻമെൻറ്റ്. ചെക്ക് ആൻഡ് അഡ്ജസ്റ്റ് ആൾ 4 വീൽസ് യൂസ്ഡ് ഫോർ മോഡേൺ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ വെഹിക്കിൾസ്. ഇന്ന് ഉപയോഗിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. കാരണം 4 വീലിലും എന്ത് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കും. ആ 4 വീലും ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ റിയർ വീലിനെ നമ്മൾ ഫ്രണ്ട് വീൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തിട്ട് വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലാണ് ഈ ഒരു മെത്തേഡും കാര്യങ്ങളും കൂടുതലായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് റിയർ വീലിനേക്കാളും ഫ്രണ്ട് വീലിലാണ് അലൈൻമെൻറ്റ് കൂടുതൽ വേണ്ടത് അല്ലേ. റിയർ വീൽ അലൈൻമെൻറ്റ് വേണ്ട എന്നല്ല, ഫ്രണ്ട് വീലാണ് കൂടുതൽ അലൈൻമെൻറ്റ് വേണ്ടത്. അലൈൻമെൻറ്റ് എപ്പോഴും ചേഞ്ച് വരുന്നതും ഫ്രണ്ട് വീൽ തന്നെ ആയിരിക്കും. നിങ്ങളൊരു അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വാഹനം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും നമുക്ക് ടോ ആണെന്നുണ്ടെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഫ്രണ്ടിലായിരിക്കും കൂടുതലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം നമുക്കറിയാം ഈ ഫ്രണ്ട് വീലുകളാണ് നമ്മൾ ഈ ഡയറക്ഷൻ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ കൊടുക്കുന്നതും ഈ റോഡിലൂടെ കൂടുതൽ ഈ ഒരു ലൈവ് ആക്സിൽ വരുന്നത് കാരണം ഡ്രൈവ് എടുത്ത് പോകുന്നതൊക്കെ നമ്മളെ ഫ്രണ്ട് ആക്സിൽ വാഹനങ്ങൾക്കാകുമ്പോൾ കാറിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് കണ്ടിരിക്കും ഫ്രണ്ടിലായിരിക്കും കൂടുതൽ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക. സോ അങ്ങനെ ഒരു 3 ടൈപ്സ് ഓഫ് വീൽ അലൈൻമെൻ്റ് ആണ് നമുക്ക് പറയാനുള്ളത്. സോ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നെക്സ്റ്റ് അടുത്തൊരു സെക്ഷനിലോട്ട് പോവുകയാണ്. ഇതിൽ വീൽ അലൈൻമെൻറ്റിൻ്റെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കണം. അതായത് അലൈൻമെൻറ്റ്, ക്യാമ്പർ കാസ്റ്റർ ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അതാണ് നമ്മളുടെ സ്റ്റിയറിംഗ് ജോമെട്രി എന്ന് പറയുന്നത്. ഈ സ്റ്റിയറിംഗ് ജോമെട്രി പറയുന്നതിന് മുന്നായിട്ട് ചെറിയ 3 ടേംസ്, ആ 3 ടേംസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സെറ്റ് ബാക്ക്. എന്താണ് സെറ്റ് ബാക്ക്? ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ബാക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് സെറ്റ് ബാക്ക്? ഫ്രണ്ടിലെ 2 വീലുകൾ അല്ലേ, ഫ്രണ്ടിലെ 2 വീലുകൾ തമ്മിൽ ഒരേ ലെവലിലല്ലാതെ കുറച്ചൊന്ന് ഓഫ്സെറ്റായി നിൽക്കുക അല്ലേ, കുറച്ചൊരു ഓഫ്സെറ്റായിട്ട് നിൽക്കുക. ഒന്നിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോയിന്റ് നോക്കൂ, അതിൽ നിന്ന് കുറച്ചൊരു ഭാഗം പിന്നോട്ട് ഇറങ്ങിയിട്ട് അല്ലേ, ഒരു വീല്, ഇതിപ്പോൾ ഈ വീലാണ് ഇറങ്ങിയിട്ടുള്ളത്, ഒരു വീൽ ഇറങ്ങിയതിന് ഇതിനാണ് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ ഓഫ്സെറ്റായി നിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. ഈ സെറ്റ് ബാക്ക് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോട്ട്സ് ആയിട്ട് തന്നെ നോക്കാം. സെറ്റ് ബാക്ക് റെഫേഴ്സ് ദ കണ്ടീഷൻ ഓൺ വിച്ച് one front wheel is positioned slightly ahead of or behind the other wheel on the same axle. എന്താണ്, ഒന്നെങ്കിൽ ഈ ഒരു വീലിനോട്ട് അല്ലെ ഒരു വീലും മറ്റൊരു വീലും തമ്മിൽ ചെറുതായിട്ടൊന്ന് ഒരു പൊസിഷൻ ചെയ്തിരിക്കുക അല്ലേ, കുറച്ചൊന്ന് പിന്നിക്കോ മുന്നിക്കോ അല്ലേ, ഒരു ബിഹൈൻഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പിന്നിലോട്ട് സെറ്റ് ബാക്ക് ഒന്ന്, അപ്പോൾ പിന്നിലോട്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരെണ്ണം എന്തായിരിക്കും, മുന്നിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. സെയിം ആക്സിൽ തന്നെ കേട്ടോ പറയുന്നത്, സെയിം ആക്സിലുള്ള വീലുകളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ വെക്കുന്നതിനാണ് സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. ഞാൻ സെറ്റ് ബാക്കിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. എന്താണ്, എ സ്മാൾ സെറ്റ് ബാക്ക് അപ് ടു 6 mm ഈസ് അക്സെപ്റ്റബിൾ ഇൻ മെനി വെഹിക്കിൾസ് ആൻഡ് ഇൻ സം ഡിസൈൻസ് ലൈക്ക് ഓൾഡ് ഫോർഡ് ട്വിൻ ഐ-ബീം ആക്സിൽസ് ഇറ്റ് ഈസ് ഇൻറ്റൻഷണൽ. അപ്പോൾ നമുക്ക് ഒരു അപ് ടു 6 mm വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 6 mm എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ടാവും എന്ന് അറിയാലോ, എല്ലാവർക്കും അറിയാലോ, ചെറിയ അളവാണ്. 6 mm വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ആണ് പല വാഹനങ്ങളിലും. ചില വാഹനങ്ങളിൽ അല്ലേ അത് ഇൻറ്റൻഷനലി എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഹവർ
അൺഇൻറ്റൻഷണൽ സെറ്റ് ബാക്ക് ഈസ് യൂഷ്വലി കോസ്ഡ് ബൈ കൊളീഷൻ ഓർ ഡാമേജ് ഓർ അൺഈവൻ കാസ്റ്റർ. അപ്പോൾ ഇൻറ്റൻഷനലി കൊടുക്കാത്ത ടൈപ്പ് എന്തെങ്കിലും സെറ്റ് ബാക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വാഹനം ഇടിച്ചിട്ടോ അല്ലെങ്കിൽ വാഹനത്തിൽ കാസ്റ്റർ സെറ്റ് ചെയ്യുന്ന സമയത്തുള്ള മാറ്റങ്ങൾ കൊണ്ടൊക്കെ എന്തുണ്ടാകാം, ഈ ഒരു സെറ്റ് ബാക്ക് വാഹനത്തിൻ്റെ വീലുകൾക്ക് വരാം എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങൾക്ക് അതിൽ പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. then മൂന്നാമത്തത് ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ കൂട്ടിച്ചേർക്കുകയാണ്. ഐഡിയലി ബോത്ത് ഫ്രണ്ട് വീൽസ് ഷുഡ് ബി അലൈൻഡ് ഈവൻ വിത്ത് റെസ്പെക്ട് ടു ദി ചേസ് ഫ്രെയിം. നമ്മൾ സെറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നോർമലി എന്ത് ചെയ്യുന്നത്, ഈ ഫ്രണ്ട് ബോത്ത് ഫ്രണ്ട് വീൽസ് ഫ്രണ്ടിലെ രണ്ട് വീൽസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചേസസ് ഫ്രെയിമിന് കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്ത് പറയുന്നത് ഈ ഒരു സെറ്റ് ബാക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് അടുത്ത നമുക്ക് ഒരു അടുത്തൊരു ടൈം സെറ്റ് ബാക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു ഡിസ്റ്റൻസ് അത് ഫ്രണ്ട് ആക്സിലുള്ള രണ്ട് വീലുകൾ തമ്മിൽ ഒരു വീല് കുറച്ചൊന്ന് പിന്നോട്ട് ഇറങ്ങി നിൽക്കുക, ചെറിയൊരളവ്, ഇത് 6 mm വരെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അളവ് എന്ന് പറയുന്നത് 6 mm വരെയാണ്. അതിൽ കൂടുതൽ അത് ഇൻറ്റൻഷനലി കൊടുക്കാറുണ്ട്, ഇടി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടും നമുക്കത് സെറ്റ് ബാക്ക് വരാറുണ്ട്, ഒരു ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് വരാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തത് നമുക്ക് പറയാനുള്ളത് ത്രസ്റ്റ് ആംഗിളിനെ കുറിച്ചാണ്. തൊട്ട് മുന്നേ നമ്മളൊരു പറഞ്ഞ സമയത്ത് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ത്രസ്റ്റ് ആംഗിൾ എന്താണ്? ത്രസ്റ്റ് ആംഗിൾ എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ത്രസ്റ്റ് ആംഗിൾ നമ്മൾ എന്തായാലും ത്രസ്റ്റ് ആംഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടത്തെ വീലും റിയറിലെ വീലും തമ്മിൽ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് നിൽക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് നിൽക്കണം. ആ അലൈൻ ചെയ്ത് നിൽക്കുന്നതിൽ എന്തെങ്കിലും ആംഗിൾ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ത്രസ്റ്റ് ലൈൻ കാണാൻ പറ്റുമല്ലോ. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കുമല്ലോ. ജസ്റ്റ് നമുക്ക് നോക്കാം. ത്രസ്റ്റ് ആംഗിൾ ഈസ് ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദ വെഹിക്കിൾസ് ലോഞ്ചിറ്റ്യൂണൽ സെൻട്രൽ ലൈൻ ആൻഡ് ദി ത്രസ്റ്റ് ലൈൻ, ദ ഡയറക്ഷൻ ഓഫ് വിച്ച് ദ റിയർ വീൽസ് പുഷ് ദി വെഹിക്കിൾ. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇത് ഇവിടെ ത്രസ്റ്റിൻ്റെ ഈ ഫിഗർ ഇങ്ങോട്ട് കയറിയപ്പോൾ ഇത് പോയതാണ്. ത്രസ്റ്റ് ആംഗിൾ ഈസ് ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദ വെഹിക്കിൾസ് ലോഞ്ചിറ്റ്യൂണൽ സെൻട്രൽ ലൈൻ. വെഹിക്കിൾസിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ സെൻട്രൽ ലൈൻ, ഇത് ഒരു ഇമാജിനറി ലൈൻ ആട്ടോ, അങ്ങനെ ഒരു ലൈനൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല, ഒരു ഇമാജിനറി ലൈനാണ്. ആ ഇമാജിനറി ലൈനിൽ ആ ലൈനും അതേപോലെ തന്നെ ഈ ഫ്രണ്ട് റിയർ വീലിൻ്റെ ആക്സിൽ ഉണ്ടല്ലോ, റിയർ വീലിൻ്റെ ആക്സിൽ അതിൻ്റെ ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷൻ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിന്റ് എടുക്കുന്ന സമയത്ത് അവിടെ നമുക്കൊരു ലൈന് അല്ലേ, അവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ആവും. അതിനെയാണ് നമ്മൾ എന്താ പറയുക ത്രസ്റ്റ് ആംഗിൾ എന്നാണ്. ഇറ്റ് ഷുഡ് ബി ഐഡിയലി ബി 0. ഇഫ് ദ ത്രസ്റ്റ് ആംഗിൾ ഈസ് ഇൻകറക്റ്റ് ദ വെഹിക്കിൾ മേ ഡോഗ് ട്രാക്ക്, മൂവ് സ്ലൈറ്റ്ലി സൈഡ് വേസ് ആൻഡ് സ്റ്റിയറിംഗ് വീൽ വിൽ നോട്ട് ബി സെൻറ്റഡ് ഡ്യൂറിങ് സ്ട്രെയിറ്റ് ഡ്രൈവിംഗ്. എന്താണ് പറയുന്നത്, നോർമലി സെറ്റ് ബാക്ക് ഇത് എന്തുണ്ട് 0 ആണ് വേണ്ടത്. ത്രസ്റ്റ് ലൈനും ഈ ഒരു ലൈനും എന്ത് ചെയ്യണം, ഒരേ ലൈനിൽ വരണം. നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ലോഞ്ചിറ്റ്യൂണൽ ലൈൻ വരക്കുന്ന സമയത്തും ത്രസ്റ്റ് ലൈൻ വരക്കുന്ന സമയത്തും ഒരൊറ്റ ലൈനിൽ വരണം. അതായത് നമ്മുടെ ആക്സിൽ എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. ഞാൻ വരച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട്, എങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം, ചെരിഞ്ഞ് നിൽക്കരുത് അല്ലേ, അതാണ് പറയുന്നത്. ചെരിഞ്ഞ് നിൽക്കാൻ പാടില്ല. സോ ഇതിന് ചെരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ത്രസ്റ്റ് ആംഗിൾ വന്നു, ഇതിങ്ങനെ ഇങ്ങോട്ടാണ് പോയിട്ടുള്ളത്, ഇവിടെ ഒരു ആംഗിൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ മേ ഡോഗ് ട്രാക്ക്. എന്താ ഡോഗ് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് വലിഞ്ഞിങ്ങനെ പോവുക വാഹനം. നമ്മൾ ഫ്രണ്ടിലോട്ടായിരിക്കും വാഹനം ഓടിക്കുന്നുണ്ടെങ്കിലും ബാക്ക് സൈഡ് അറിയാലോ, ഇങ്ങനെ ആംഗിൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാഹനം എന്ത് ചെയ്യും, ഒരു സൈഡിലോട്ട് വലിഞ്ഞു പോകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോഗ് ട്രാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു അവസ്ഥക്ക് പറയുന്ന പേരാണ് ഡോഗ് ട്രാക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ആകുമ്പോൾ എന്തായാലും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനം നേരെ പോകാൻ വേണ്ടി സ്റ്റിയറിംഗ് നേരെ പിടിച്ചു കഴിഞ്ഞാലും വാഹനം നേരെ അല്ല പോകുക, ഒരു സൈഡിലോട്ടാണ് പോകുക. അപ്പോൾ നമുക്ക് ഒരിക്കലും സ്റ്റിയറിംഗ് വീലിനെ സെൻറ്റർ ചെയ്യാൻ പറ്റില്ല, സെൻട്രൽ ലൈനിലാക്കി വെക്കാൻ കഴിയില്ല ത്രസ്റ്റ് ആംഗിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അതാണ് ത്രസ്റ്റ് ആംഗിളുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി അടുത്തൊരു ടേമാണ് ട്രാക്കിങ്. നമ്മളിപ്പോൾ ത്രസ്റ്റ് ആംഗിളുമായി കണക്ട് ചെയ്ത് തന്നെ പറയേണ്ട ഒരു ടേമാണ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ട്രാക്കിംഗ് റെഫേഴ്സ് ദ കണ്ടീഷൻ ഓഫ് വിച്ച് ആൾ 4 വീൽസ് ആർ പാരലൽ ടു ദി വെഹിക്കിൾസ് ഫ്രെയിം ആൻഡ് ദ റിയർ വീൽസ് ഫോളോസ് ഡയറക്ട്ലി ബിഹൈൻഡ് ദി ഫ്രണ്ട് വീൽസ്. അതായത് നമ്മളെ വാഹനത്തിന് 4 വീലുകൾ ഉണ്ട് അല്ലേ, 4 വീലുകൾ, ഫ്രണ്ടിലെ 2 വീലുകൾ. നമ്മളൊരു കാറിൻ്റെ കേസായിട്ട് എടുക്കുന്നത്. 4 വീലുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാറിൻ്റെ കേസ് എടുത്തു. ഫ്രണ്ടിലെ 2 വീലുണ്ട്, അതേപോലെ തന്നെ റിയറിലെ ആക്സിലിൽ 2 വീലുണ്ട്. ഉണ്ടല്ലോ, ഓക്കെ അല്ലേ, ഫ്രണ്ടിലും ബാക്കിലുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് ഫ്രണ്ടാണ്. ഈ 4 വീലുകളും നമ്മുടെ ഫ്രെയിമിന് കറക്റ്റായിട്ട് അലൈൻ ചെയ്തിരിക്കണം. ആൾ ദ 4 വീൽസ് ആർ പാരലൽ ടു ദി വെഹിക്കിൾസ് ഫ്രെയിം. ഇത് വെഹിക്കിളിൻ്റെ ഫ്രെയിമിന് പാരലായിരിക്കണം. അതോടൊപ്പം തന്നെ ഫ്രണ്ടിലെ 2 വീലും, ഇവിടെ ഫ്രണ്ടിലെ 2 വീലും റിയറിലെ 2 വീലും എന്ത് ചെയ്യണം, ഒരേ അലൈൻമെൻറ്റ് പൊസിഷനിൽ വരണം. അതിൻ്റെ കറക്റ്റ് ബിഹൈൻഡ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ട്രാക്കിംഗ് കറക്റ്റ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അതായത് ഫ്രെയിമിന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് 4 വീലുണ്ടായിരിക്കും. ഫ്രണ്ടത്തെ വീലിന് പ്രോപ്പറായിട്ട് ബാക്കിൽ പാരലായിട്ട് തന്നെ ആയിരിക്കും, അതിൻ്റെ കറക്റ്റ് ബിഹൈൻഡിൽ പാരലായിട്ട് തന്നെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, റിയർ വീലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കറക്റ്റ് ട്രാക്കിംഗ് എൻഷ്യൂർസ് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി ഇൻ പ്രോപ്പർ വെഹിക്കിൾ അലൈൻമെൻറ്റ്. ഗുഡ് ട്രാക്കിംഗ് ഈസ് അച്ചീവ്ഡ് വെൻ ദ ത്രസ്റ്റ് ആംഗിൾ ഈസ് 0 ആൻഡ് നോ സെറ്റ് ബാക്ക് ഈസ് പ്രസൻറ്റ്. ഇല്ലേ, നല്ലൊരു ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ 2 ടേം പറഞ്ഞു. ത്രസ്റ്റ് ആംഗിൾ എന്തായിരിക്കണം, 0 ആയിരിക്കണം. സെറ്റ് ബാക്ക് ഉണ്ടാകാൻ പാടില്ല. സെറ്റ് ബാക്ക് 0, ത്രസ്റ്റ് ആംഗിൾ 0 ആണെങ്കിൽ ആ വെഹിക്കിൾ ഒരു പ്രോപ്പർ ട്രാക്കിങ്ങിലാണ്, അല്ലേ, ഒരു പ്രോപ്പർ ട്രാക്കിൽ, അതായത് എല്ലാ വീലുകളും കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. സോ ഇത് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ജോമെട്രീസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് പഠിക്കേണ്ട ഒരു 3 ടേമുകളാണ് ഈ സംഭവം. സെറ്റ് ബാക്ക്, ത്രസ്റ്റ് ആംഗിൾ, ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും. 3ഉം കണക്റ്റഡ് ആണ്. സെറ്റ് ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് എന്ത് പറയുന്നു, ത്രസ്റ്റ് ആംഗിൾ പറയുന്നു. ത്രസ്റ്റ് ആംഗിൾ പറഞ്ഞാൽ ത്രസ്റ്റ് ആംഗിളായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ ട്രാക്കിംഗ് പറയുന്നത്. 3ഉം ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. സെറ്റ് ബാക്ക് 0ഉം ത്രസ്റ്റ് ആംഗിൾ 0 ആയാലേ വാഹനം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുള്ളൂ, ട്രാക്കിംഗ് എന്നുള്ള അവസ്ഥയിൽ ഉണ്ടായിരിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് അടുത്ത ഇതിലോട്ട് പോവുകയാണ്. ഫാക്ടേഴ്സ് പെർട്ടൈനിങ് ടു വീൽസ്. നമ്മൾ വീലിനെ ബാധിക്കുന്ന ഘടകങ്ങൾ, അല്ലേ, നമ്മളെ വീലുമായി ബന്ധപ്പെട്ട് അതിന് ബാധിക്കുന്ന ഘടകങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മളൊരു വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് തന്നെ വീൽ അലൈൻമെൻറ്റിലെ കയറ്റൽ ചെയ്യുക. 4 ടയറിലും പ്രോപ്പറായിട്ട് എയർ പ്രഷർ ഉണ്ടോ എന്നുള്ളത് നോക്കും, അല്ലേ. 4 വീലുകളും ഊരിയിട്ട് അത് പ്രോപ്പർ ബാലൻസ്ഡ് ആണോ എന്നുള്ളത് നോക്കും, അല്ലേ. ഇത് രണ്ടും നോക്കൂലേ. അതാണ് മെയിൻ കാര്യം. കാരണം നമ്മളെ വീലുകളിൽ ഒരു സൈഡിലെ റൈറ്റ് സൈഡിലെ 2 വീലുകളിലും കാറ്റ് കുറവും, ലെഫ്റ്റ് സൈഡിലെ 2 വീലുകളിലും കാറ്റ് കൂടുതലുമാണെന്ന് വിചാരിക്കുക, പ്രോപ്പർ ഒരു മാനുഫാക്ചർ പറയുന്നേക്കാളും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ വീൽ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. എങ്ങനെ ചെയ്താലും നമുക്ക് ഡയറക്ഷനിൽ കറക്റ്റ് കിട്ടില്ല. ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് കാറ്റ് കുറവില്ല, ടയറിൻ്റെ അവിടേക്ക് വലിവ് വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. നമ്മൾ ബ്രേക്കിന് ജാമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും പ്രശ്നം വരും കേട്ടോ, നമ്മളെ അലൈൻമെൻറ്റ് തെറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ജസ്റ്റ് അതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് വീൽസ്. വീലിൻ്റെ ബാലൻസിങ് വരുന്നത്. ഇഫ് ദ വീൽസ് ആർ നോട്ട് ഡൈനാമിക് ബാലൻസ്, ദ വീൽ വോബിൾ മേ റിസൾട്ട് ഇറ്റ് ഇൻഫ്ലുവൻസ് ദ സ്റ്റിയറിംഗ് കൺട്രോൾ. വീല് ഡൈനാമിക്കലി ബാലൻസ്ഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്കലി ബാലൻസ്ഡ് നിൽക്കുന്ന സമയത്ത് ഡൈനാമിക്കലി ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് വീൽ വോബിളിന് കാരണമാവും. വീൽ വോബിൾ പറഞ്ഞാൽ എന്താ, വീലിൻ്റെ കംപ്ലയിൻസ് പറയുന്ന സമയത്ത് നമ്മൾ പറയണ്ടായിരുന്നല്ലോ വീൽ വോബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വീൽ വോബിളിന് കാരണമാകും. അങ്ങനെ കാരണമായി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ മൊത്തത്തിൽ പോകും. അതാണ് ഫസ്റ്റ് വൺ, ബാലൻസിങ് ഓഫ് വീൽസ്. ബാലൻസിങ്ങിൻ്റെ വീൽ ബാലൻസിങ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്താ, വീൽ ബാലൻസിങ്ങിൻ്റെ മെഷീനിൽ ഇട്ടിട്ട്, അല്ലേ, നമ്മൾ കറക്കി നോക്കുന്നു എവിടെയാണോ നമുക്ക് വെയിറ്റ് കുറവുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ബാലൻസിങ് വെയിറ്റ്, അലോയ് വീൽസ് ആണെങ്കിൽ സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കുന്നു, അലോയ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ റിമ്മിൽ കട്ട അതുമാ അടിച്ചിട്ട് നമ്മൾ വീൽ ബാലൻസ് ചെയ്തെടുക്കുന്നു. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻഫ്ലേഷൻ ഓഫ് ടയറിലെ എയറിൻ്റെ പ്രഷർ. ദ സ്റ്റിയറിംഗ് സിസ്റ്റം ഈസ് ഡിസൈൻ ഫോർ എ പർട്ടിക്കുലർ റോളിംഗ് റേഡിയസ്. വേരിയേഷൻ ഓഫ് എയർ പ്രഷർ ഫ്രം ദി സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ്ഡ് വിൽ ചേഞ്ച് ദ റോളിംഗ് റേഡിയസ്. നമ്മൾ ഒരു കറക്റ്റായിട്ട് പറയുന്ന എയർ പ്രഷറിലല്ല വാഹനം ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ബാധിക്കും. ഡയറക്ഷൻ സ്റ്റെബിലിറ്റിയെ ബാധിക്കും, വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ഹാർഡായിട്ടുണ്ടാവും, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലേ, നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജിനെ ബാധിക്കും, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടയറിൻ്റെ എയർ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി മാനുഫാക്ചർ പറയുന്ന ലെവൽ തന്നെ ആയിരിക്കണം. ഒരു PSI കുറവോ ഒരു PSI കൂടുതലൊക്കെ ആണെങ്കിൽ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ റെഗുലർലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടയറിലെ എയർ പ്രഷർ നമ്മൾ എന്ത് ചെയ്യണം, റെഗുലർലി ചെക്ക് ചെയ്യണം. ഡെയിലി ചെക്ക് ചെയ്യണം എന്നല്ല പറയുന്നത്, വീക്ക്ലി വൺസ് എങ്കിലും ചെക്ക് ചെയ്യണം. ഇപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് ടയർ കടയിലൊക്കെ പോയി ചെക്ക് ചെയ്യാമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പെട്രോൾ പമ്പുകളിലും അതിന് ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അടിക്കാം. പിന്നെ നൈട്രജൻ പോലുള്ള കാര്യങ്ങൾ എയറിന് പകരം അടിച്ചു കഴിഞ്ഞാൽ എയറിൻ്റെ അത്ര ലീക്കേജ് ഇല്ലാതെ ഒഴിവാക്കാനും സാധിക്കും. ദെൻ നെക്സ്റ്റ്, അതും തന്നെ ടയറിൻ്റെ വിയറും ട്രെഡും കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ കുറയുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്ത മൂന്നാമത്തെ നല്ല ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പറയുന്നത്. വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു വാഹനത്തിന് ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ, അല്ലേ, if the brake is not adjusted properly, that is if it is dragging, it can pull the vehicle from one side while braking. ഒരു ബ്രേക്ക് ഡ്രാഗായി കിടക്കുകയാണ്, അത് ലോക്കായി കിടക്കണം, അല്ലെങ്കിൽ അവിടെ ബ്രേക്ക് ഡ്രാഗിങ് ഉണ്ട്, അല്ലേ, ലൈനറിന് എന്തെങ്കിലും തീരുമാനത്തിൽ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണെന്ന് സമയത്ത് എന്താ സംഭവിക്കുക, നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ വശത്തിലോട്ട്, ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്ത് വിട്ടുമ്പോൾ ഒറ്റടിക്ക് പോരുന്നുണ്ടാവില്ല, ഡ്രാഗായി നിൽക്കാറും ആ വശത്തിലോട്ട് വാഹനം സൈഡിലോട്ട് തള്ളിപ്പോകും. അങ്ങനെയുള്ള അവസ്ഥയും ഉണ്ടാവാറുണ്ട്. സോ അതാണ് ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, വീലിൻ്റെ ജോമെട്രി, നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ജോമെട്രി ലെവലിലോട്ട് പോവുക, അല്ലേ, വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റിയറിംഗ് ജോമെട്രികളെ കുറിച്ചാണ്.
സ്റ്റിയറിംഗ് ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്, നമ്മൾ ഓരോന്നായിട്ട് പറയും. ജസ്റ്റ് ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഓരോന്നൊന്ന് പറയാം, അതിനുശേഷം നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഫസ്റ്റ് കൊണ്ട് നമുക്ക് പറയാനുള്ളത് ക്യാമ്പറാണ്. രണ്ടാമത് കിങ് പിൻ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ എന്ന് പറയും കേട്ടോ. ഇതിനെ KPI എന്നും പറയാറുണ്ട്, KPI എന്നൊക്കെ വരാറുണ്ട്. ഇതിന് SAI എന്നും പറയാറുണ്ട്, സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ. ഫസ്റ്റ് ലെറ്റർ ആണ്, അല്ല ഒന്നുമല്ല. ഓക്കെ അല്ലേ? ദെൻ ഇൻക്ലൂഡർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡർ ആംഗിളിന് പകരം കമ്പൈൻഡ് ആംഗിൾ എന്ന് പറയാറുണ്ട് കേട്ടോ. കമ്പൈൻഡ് ആംഗിൾ എന്നും പറയാറുണ്ട്. കമ്പൈൻഡ് ആംഗിൾ എന്താ? അത് രണ്ടും കൂടി ആഡ് ചെയ്ത ആംഗിൾ എന്നാണ്, അല്ലേ? ഇൻക്ലൂഡർ ആംഗിൾ. ദെൻ സ്ക്രബ് റേഡിയസ്, അതേപോലെ തന്നെ കാസ്റ്റർ, ടോയിൻ ആൻഡ് ടൗട്ട്. ഇതിൽ ക്യാമ്പർ, കിങ് പിൻ ഇൻക്ലിനേഷന് കാസ്റ്റർ, ടോയിൻ ടൗട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള 4 പറയാം. അതിന് ശേഷമാണ് സ്ക്രബ് റേഡിയസും ഇൻക്ലൂഡർ ആംഗിളും വരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? 6 പഠിച്ചു പോകുക. കറക്റ്റായിട്ട് നമുക്കത് ലിങ്ക് ചെയ്ത് എങ്ങനെയാണത് വരുന്നത് എന്നുള്ള സെൻറ്റൻസ് ആയിട്ടും അതിൻ്റെ വാല്യൂസും നമ്മൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. സോ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് വാല്യൂസുമായിട്ട് ചോദിക്കാം, അതിൻ്റെ എഫക്റ്റ് ചോദിക്കാം, എന്താണ് ക്യാമറ അല്ലെങ്കിൽ എന്താണ് കാസ്റ്റർ എന്നുള്ള രീതിയിലും ചോദിക്കാം. സോ ഫസ്റ്റ് വണ് ക്യാമ്പർ. എന്താണ് ക്യാമ്പർ? ഫസ്റ്റ് വണ് നമ്മളൊരു ടയറിൻ്റെ വെർട്ടിക്കൽ നിന്ന് ഒരു ടയർ സ്ട്രൈറ്റ് ആയിട്ട് നമ്മളെപ്പോഴും നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ 90 ഡിഗ്രിയിൽ ടയർ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ടയർ നേരെ വെർട്ടിക്കലി ആണ് നിൽക്കേണ്ടത്. ആ വെർട്ടിക്കലി നിൽക്കുന്നതിൽ നിന്ന് ടയറിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം, ഏറ്റവും മുകൾ ഭാഗം, ആ മുകൾ ഭാഗത്തിന് ടയറിൻ്റെ 2 വശങ്ങളിലോട്ടുള്ള ചെരിവ്. അതായത് ഇപ്പോൾ ടയർ ഇതിങ്ങനെ വീല് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ ഉള്ള ചെരിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാമ്പർ എന്ന് പറയുന്നത്. ഒരു ഫ്രണ്ടിലെ വീലിൻ്റെ മുകൾ ഭാഗത്തിന്, ഫ്രണ്ടിൻ്റെ വീലിൻ്റെ മുകൾ ഭാഗം, താഴെ ഭാഗത്തിന് ചെരിവുണ്ടായിരിക്കില്ല, മുകൾ ഭാഗം അകത്തോട്ടോ പുറത്തോട്ടോ ചെരിയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാമ്പർ എന്ന് പറയുന്നത്. ക്യാമ്പർ ഈസ് ദ ടിൽറ്റ് ഓഫ് ദി കാർ വീൽസ് ഫ്രം ദി വെർട്ടിക്കൽ. ക്യാമ്പർ ഈസ് ദ ടിൽറ്റ് ഓഫ് ദി കാർ വീൽസ്, ടോപ്പ് ഓഫ് ദി കാർ വീൽസ് ആണ് ടിൽറ്റ് ഓഫ് ടോപ്പ് ഓഫ് ദി കാർ വീൽസ്, അങ്ങനെ തന്നെ പറയാം. ടോപ്പ് ഓഫ് ദി കാർ വീൽസ് ഫ്രം ദി വെർട്ടിക്കൽ നിന്ന് ചെരിയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാമ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ഡിഗ്രിയാണ്. വാല്യൂ എന്ന് പറയുന്നത് 2 ഡിഗ്രി, അപ് ടു 2 ഡിഗ്രി എന്നാണ് ഒരു പുസ്തകത്തിൽ കണ്ടിട്ടുള്ളത്. നോർമലി നമ്മളെല്ലാ ബുക്കിലും 2 ഡിഗ്രി എന്നാണ് പറയുന്നത് കേട്ടോ. 2 ഡിഗ്രി വരെ ആകാം എന്നുള്ളതാണ് പറയുന്നത്. സോ PSന്റെ ആൻസറിലൊക്കെ 2 ഡിഗ്രി എന്ന് തന്നെയാണ് വരുന്നത്. ക്യാമ്പർ ഈസ് ആൾസോ കാൾഡ് വീൽ റേക്ക്. ക്യാമ്പറിൻ്റെ മറ്റൊരു പേരാണ് വീൽ റേക്ക് എന്ന് പറയുന്നത്. ക്യാമ്പറിൻ്റെ മറ്റൊരു പേര്, പക്ഷേ ഏറ്റവും കൂടുതൽ ക്യാമ്പർ എന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, വീൽ റേക്കിനേക്കാളും കൂടുതൽ കേട്ടോ. ഇതാണ് ഇതിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ, ഈ ഒരു ലൈനിനാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊരു ഇമാജിനറി ലൈനാണ് ശരിക്കും, അങ്ങനെ ലൈനൊന്നുമില്ല. ടയറിൻ്റെ വെർട്ടിക്കൽ ലൈൻ ഇമാജിനറി. ഇതിൽ നിന്ന് ടയർ ഒന്നെങ്കിൽ ഒരു ഭാഗത്തോട്ട് ഇങ്ങോട്ട് ചെരിഞ്ഞിക്കുക. അപ്പോൾ ഇതിൽ കാണുന്നത് ഒരു ഭാഗത്തോട്ട് ചെരിഞ്ഞാണ്, ഇതിൽ കാണുന്നത് മറ്റൊരു ഭാഗത്തോട്ട് ചെരിഞ്ഞതാണ്. അപ്പോൾ ഈ ചെരിയൽ പുറത്തോട്ടാണ് ചെരിയുന്നുണ്ടെങ്കിൽ വീല് ഒരു വശങ്ങളിലാണുള്ള വീലുണ്ടാകുക. ഫ്രണ്ടിൽ വലത്ത് ഭാഗത്ത് വീലുണ്ട്, ഇടത്ത് ഭാഗത്ത് വീലുണ്ട്. അത് പുറത്തോട്ടാണ് ചെരിയുന്നത് എങ്കിൽ പോസിറ്റീവ് ക്യാമ്പർ എന്നും, അകത്തോട്ടാണ് ചെരിയുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ക്യാമ്പർ എന്നും പറയുന്നു. മാറണ്ട, പുറത്തേക്ക് എന്ന് നമ്മൾ പറയുന്നില്ലേ? അപ്പോൾ പുറത്തേക്ക് പി പോസിറ്റീവ് കേട്ടോ, പുറത്തേക്ക് പി പോസിറ്റീവ്, അങ്ങനെ പഠിച്ചാൽ മതി. ഇനി മാറാതെക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ടാണ് ചെരിയുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ക്യാമ്പർ എന്നും, അകത്തോട്ടാണ് ചെരിയുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് ക്യാമ്പർ എന്നും പറയുന്നു. 2 ടൈപ്പ് ക്യാമ്പറാണുള്ളത്. അപ്പോൾ സെൻട്രൽ ലൈനിൽ നിന്ന് പോസിറ്റീവ്. ഇപ്പോൾ ഇതിലിവിടെ സ്റ്റിയറിങ്ങിൻ്റെ നമ്മളുടെ വീലിൻ്റെ കണക്ഷൻ വരുന്നത് ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡത്തെ വീലാണ് അല്ലേ? ഇത് ലെഫ്റ്റ് സൈഡത്തെ വീല് ഇത് അകത്തോട്ടാണ് ചെരിഞ്ഞിട്ടുള്ളത്. വെർട്ടിക്കൽ ലൈനിൽ നിന്ന് അകത്തോട്ട് ചെരിഞ്ഞിട്ടുണ്ട്. ഇതാണ് സെൻട്രൽ ലൈന്. ചെരിഞ്ഞ് കഴിഞ്ഞപ്പോഴുള്ള സെൻട്രൽ ലൈനാണ് ഈ ഡോട്ടറായിട്ട് കാണിച്ചിട്ടുള്ളത്, ഇവിടെ ഡോട്ടറായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ അകത്തോട്ട് ചെരിഞ്ഞു, അതിനെ നെഗറ്റീവ് ക്യാമ്പർ എന്നും, പുറത്തോട്ട് ചെരിഞ്ഞു, അതിനെ നമ്മൾ പോസിറ്റീവ് ക്യാമ്പർ എന്നും പറയുന്നു. പോസിറ്റീവ് ക്യാമ്പർ ടോപ്പ് ഓഫ് ദി വീൽ ടിൽസ് ഔട്ട്വാർഡ്, നെഗറ്റീവ് ക്യാമ്പർ ടോപ്പ് ഓഫ് ദി വീൽ ടിൽസ് ഇൻവാർഡ്. അപ്പോൾ ടോപ്പ് പുറത്തോട്ടാണ് ചെരിയുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ക്യാമ്പർ എന്നും, അകത്തോട്ടാണ് ചെരിയുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ക്യാമ്പർ എന്ന് പറയുന്നു. വാല്യൂ എന്ന് പറയുന്നത് 2 ഡിഗ്രി, അതാണ് നമുക്ക് പറയേണ്ടത്. സോ ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കണം? ക്യാമറ എന്താണെന്ന് പഠിക്കണം, ക്യാമറയുടെ വാല്യൂ എത്രയെന്ന് പഠിക്കണം, പോസിറ്റീവ് ക്യാമറ എന്താണെന്ന് പഠിക്കണം, നെഗറ്റീവ് ക്യാമറ എന്താണെന്ന് പഠിക്കണം. ഇത്രയും കാര്യം അതിൻ്റെ കൂടെ തന്നെ കിട്ടി. ഇനി അല്ലേ, ഈ ഒരു 4 കാര്യങ്ങളാണ് കിട്ടിയത്. ഇനി നമുക്കടുത്ത് ഇതിൻ്റെ ക്യാമറൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ക്യാമറ കൊടുക്കുന്നത് എന്തിനാ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. പോസിറ്റീവ് ക്യാമർ ഹെൽപ്സ് ദ വീൽ ടു റിട്ടേൺ ദ സ്ട്രെയിറ്റ് ഹെഡ് പൊസിഷൻ ആഫ്റ്റർ എ ടേൺ, ഇംപ്രൂവിങ് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി. ഹവർ ഇറ്റ് ആൾസോ ഇൻക്രീസസ് സ്റ്റിയറിംഗ് എഫേർട്ട്. പോസിറ്റീവ് ക്യാമർ വാഹനത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടേൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വീല് വീണ്ടും അതേ പൊസിഷനിലോട്ട് അല്ലേ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് ക്യാമർ സഹായിക്കുന്നു. സോ നമുക്ക് വാഹനത്തിലെ ഡയറക്ഷൻ സ്റ്റെബിലിറ്റി, സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ആവും. അതാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ എഫേർട്ടും ഇൻക്രീസ് ചെയ്യും.
നെഗറ്റീവ് ക്യാമ്പർ പ്രൊവൈഡ്സ് ബെറ്റർ ഗ്രിപ്പ് ഡ്യൂറിങ് കോർണറിങ് ബൈ റെഡ്യൂസിങ് സൈഡ് വേസ് ടയർ സ്ലിപ്പ് ബട്ട് സിമിലർലി ഇൻക്രീസസ് സ്റ്റിയറിംഗ് എഫേർട്ട്. അപ്പോൾ നെഗറ്റീവ് ക്യാമറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യും, വീലിന് ഗ്രിപ്പ് കിട്ടും. നെഗറ്റീവ് ക്യാമറ കൊടുത്തു കഴിഞ്ഞാൽ വീലിന് ഒന്നുകൂടി കൂടുതലായിട്ട് ഗ്രിപ്പ് കിട്ടും. നമുക്കൊരു കോർണറിങ് ഫോഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കോർണറിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വാഹനം വളവൊക്കെ സൈഡ് വേസിൽ നിന്ന് വാഹനം വളവൊക്കെ തിരുന്ന സമയത്ത് സൈഡിൽ നിന്ന് വരുന്ന ഫോഴ്സ്, സൈഡ് ഫോഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ടയറിനെ സ്ലിപ്പാകാതെ സഹായിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കൂടുതലായിട്ട് ഗ്രിപ്പ് കിട്ടിയതിലായിരിക്കും, നെഗറ്റീവ് ക്യാമറയിലായിരിക്കും കൂടുതലായിട്ട് ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരിക്കുക എന്നുള്ളത് കൂടി ജസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ ക്യാമറിനെ കുറിച്ച് പറയാൻ. പോസിറ്റീവ് ക്യാമറ എന്താണ്, നെഗറ്റീവ് ക്യാമറ എന്താണ്, അതിൻ്റെ ഇതും കാര്യങ്ങളും ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത എന്താണ്, കിങ് പിൻ ഇൻക്ലിനേഷൻ. കിങ് പിൻ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ. കിങ് പിൻ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. കിങ് പിൻ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. കിങ് പിൻ ഇൻക്ലിനേഷൻ KPI എന്ന് പറയാം, സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ SAE എന്ന് പറയും. എന്താണ്, നമ്മുടെ വാഹനത്തിൽ ഒരു സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റെപ്പ് ആക്സിലും കാര്യങ്ങളും ഘടിപ്പിക്കുന്നിടത്ത് മെയിൻ ആക്സിൽ സ്റ്റെപ്പ് ആക്സിലോട്ട് ഘടിപ്പിക്കുന്ന ഭാഗത്ത് നമുക്കുള്ളൊരു ഭാഗമാണ് കിങ് പിൻ എന്ന് പറയുന്നത്. കിങ് പിൻ എന്ന് നമ്മൾ സ്റ്റിയറിംഗ് സിസ്റ്റം ക്ലാസ് എടുത്ത സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കിങ് പിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കിങ് പിൻ ഇട്ടിട്ട് കിങ് പിന്നിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാർട്ടർ ജോയിൻ്റ് ഇട്ട് ലോക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 4 ടൈപ്പ് നമ്മൾ സ്റ്റെപ്പ് ആക്സിലിൻ്റെ കണക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. എലിയോട്ട് ടൈപ്പ്, റിവേഴ്സ് എലിയോട്ട് ടൈപ്പ്, ലെമോയിൻ ടൈപ്പ്, ഇൻവേർട്ടഡ് ലെമോയിൻ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് റിവേഴ്സ് ലെമോയിൻ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എലിയോട്ടും റിവേഴ്സ് എലിയോട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് കിങ് പിൻ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ കിങ് പിന് വെർട്ടിക്കൽ ആക്സിസിൽ നിന്നും ഒരു ചെരിവുണ്ടായിരിക്കും. അകത്തോട്ടാണ് ചെരിയുന്നത്. ആ ചെരിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കിങ് പിൻ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. പക്ഷെ പുതിയ കാലങ്ങളിലെ വാഹനങ്ങൾക്ക് ആ കിങ് പിന് പകരം അവിടെ ബോൾ ജോയിൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിന് പേര് സ്റ്റിയറിംഗ് ആക്സിസ് എന്നുകൂടി പറയാൻ കാരണം. ബോൾ ജോയിൻ്റ് ആയതുകൊണ്ട് സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ എന്നുള്ള പേര്. ഇപ്പോൾ കിങ് പിന് വെർട്ടിക്കൽ ലൈനിൽ നിന്നുള്ള ചെരിവിനെയാണ്, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആക്സിസിന് ടയറിൻ്റെ വെർട്ടിക്കൽ ലൈനിൽ നിന്നുള്ള ചെരിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കിങ് പിൻ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. Kiങ് പിൻ inclination or steering axis inclination is the inward tilt of the steering pivot axis from the vertical. വെർട്ടിക്കൽ നിന്നും അകത്തോട്ട് ചെരിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കിങ് പിൻ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. In modern vehicles, ball joint is instead of king pins. SI refers the inclination of the imaginary line connecting the upper and lower steering pivot points. Since it depends on the fixed suspension parts, steering knuckle and wheel spindle, SAI is not adjustable unless these components bend or damage. പുതിയ വാഹനങ്ങൾക്ക് നമ്മൾ ഈ കിങ് പിന് പകരം എന്തായാലും ഉണ്ടാകുക, ബാൾ ജോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ മുകളിലൊരു ബാൾ ജോയിൻ്റ് ഉണ്ടാവും, താഴെ ഒരു ബാൾ ജോയിൻ്റ്. ഈ ബാൾ ജോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്. ആ ഇമാജിനറി ലൈനിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു സ്റ്റിയറിംഗ് ആക്സിസ് എന്ന് പറയുന്നത്. സോ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂ കാര്യങ്ങളുണ്ട്, നമുക്ക് വാല്യൂ കാര്യങ്ങൾ പഠിക്കണം, അതിൻ്റെ എഫക്റ്റും കൂടി പഠിക്കണം. ഈ 2 കാര്യങ്ങളാണ് അതിൻ്റെ ഒപ്പം ഉള്ളത്. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 to 8 ഡിഗ്രി. ടിപ്പിക്കലി SI വാല്യൂസ് റേഞ്ച് ഫ്രം 7 to 8 ഡിഗ്രി, 7 മുതൽ 8 ഡിഗ്രി വരെയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. കിങ് പിൻ ഇൻക്ലിനേഷൻ്റെ വാല്യൂ ആണ്. ത്രൂ ദി എക്സാക്ട് ആംഗിൾ ഡിപ്പെൻസ് ഓൺ ദി വീൽ റേക്ക്. നമ്മളെ ക്യാമ്പറിനനുസരിച്ചായിരിക്കും അതിൻ്റെ എക്സാക്ട് ആംഗിൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. 70, അതായത് പോസിറ്റീവ് ക്യാമ്പർ കൊടുക്കാം, നെഗറ്റീവ് ക്യാമ്പർ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൽ ചെറിയ മാറ്റങ്ങൾ അതിൽ ഉണ്ടാവും. ഇനി അത് എന്താണ് അതിൻ്റെ എഫക്റ്റ്, നമുക്ക് നമ്മൾ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കണം. സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ ഇംപ്രൂവ്സ് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി ബൈ ഹെൽപ്പിംഗ് ദ വീൽസ് റിട്ടേൺ ടു സ്ട്രെയിറ്റ് ഹെഡ് പൊസിഷൻ ആഫ്റ്റർ എ ടേൺ. ഡ്യൂറിംഗ് കോർണറിംഗ്, ഇൻക്ലൈൻഡ് ആക്സിസ് കോസസ് ദ വെഹിക്കിൾ ബോഡി ടു റൈസ് സ്ലൈറ്റ്ലി. വെൻ ദ സ്റ്റിയറിംഗ് വീൽ ഈസ് റിലീസ്ഡ്, ദ വെഹിക്കിൾസ് വെയിറ്റ് നാച്ചുറലി പുഷസ് ദ വീൽസ് ബാക്ക് ടു സെൻറ്റർ. അപ്പം നോർമലി നമ്മൾ ക്യാമ്പർ ആണെങ്കിലും കാസ്റ്റർ ആണെങ്കിലും കിങ് പിൻ ഇൻക്ലിനേഷൻ ആണെങ്കിലും ഇതൊക്കെ കൊടുക്കുന്നതിനാ നമ്മുടെ സ്റ്റിയറിംഗിൽ വീലിൽ ഡ്രൈവർ കൊടുക്കുന്ന എഫേർട്ട് എന്ത് ചെയ്യണം, കുറക്കണം. വീല് ഡയറക്ഷൻ സ്റ്റെബിലിറ്റി വാഹനത്തിന് കൂടണം. വീലിൻ്റെ ഡയറക്ഷൻ സ്റ്റെബിലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഡയറക്ഷൻ സ്റ്റെബിലിറ്റി കൂടണം അല്ലേ. ടയറിൻ്റെ തേയ്മാനം മാക്സിമം നമുക്ക് കുറക്കാൻ പറ്റുന്നിടത്തോളം കുറക്കണം. അതായത് അൺഈവൻ വിയർ ഒരിക്കലും ടയറിന് വരരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. സോ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി കൂടും. അതോടൊപ്പം തന്നെ ടേൺ എടുത്തു കഴിഞ്ഞാൽ വാഹനം വീണ്ടും ഇതിലോട്ട് കൊടുക്കാൻ സ്ട്രെയിറ്റ് ഹെഡ് പൊസിഷനിലോട്ട് അതിൻ്റെ ആ പൊസിഷനിലോട്ട് തിരിച്ചു വരാനുള്ള ടെൻഡൻസി അല്ലേ അത് വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിൽ സൈഡ് ഫോഴ്സിലെ വാഹനം കോർണർ വളവൊടിക്കുന്ന സമയത്ത്
സെയർ ഫോഴ്സും കാര്യങ്ങളുണ്ടാവും. ആ സമയത്ത് വാഹനം റോഡിൽ നിന്ന് സ്ലൈറ്റ്ലി ചെറുതായിട്ടൊന്ന് പൊങ്ങാനുള്ള അല്ലേ, ബോഡി മൊത്തം വാഹനത്തിൽ പൊങ്ങാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അല്ലേ, ആ സംഭവങ്ങളൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ കിങ് പിൻ ഇൻക്ലിനേഷൻ കൊടുക്കുന്നത്. സോ ജസ്റ്റ് ഈ കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. വാഹനത്തിൽ കിങ് പിൻ ഉണ്ടെങ്കിൽ കിങ് പിന്നിൻ്റെ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആക്സിസിൻ്റെ വെർട്ടിക്കൽ നിന്നുള്ള അകത്തോട്ടുള്ള ടിൽറ്റിനെ, ചെരിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കിങ് പിൻ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 7 to 8 ഡിഗ്രി ആണ് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പൈൻഡ് ആംഗിൾ. കമ്പൈൻഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഇൻക്ലൂഡഡ് ആംഗിൾ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ക്യാമ്പർ പറഞ്ഞു, അതോടൊപ്പം തന്നെ ക്യാമ്പറും പറഞ്ഞു, കിങ് പിൻ ഇൻക്ലിനേഷനും പറഞ്ഞു. അത് രണ്ടും ആഡ് ചെയ്തത്. ക്യാമ്പർ 2 ഡിഗ്രിയാനും ഇത് 7 മുതൽ 8 ഡിഗ്രി ആയിരുന്നു. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതിനാണ് വേറെ പറയുന്നത്. ദ കമ്പൈൻഡ് ആംഗിൾ ഈസ് ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദി വീൽ സെൻറ്റർ ലൈൻ ഓഫ് ദി ആൻഡ് ദി സ്റ്റിയറിംഗ് ആക്സിസ് വ്യൂഡ് ഫ്രം ദി വെർട്ടിക്കൽ പ്ലെയിൻ. വീലിൻ്റെ സെൻറ്റർ ലൈൻ, വീല് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റർ ലൈൻ അല്ലേ, ഇവിടെ ദാ ക്യാമ്പർ കാണിക്കുന്നുണ്ട്, അതോടെ തന്നെ കിങ് പിൻ ഇൻക്ലിനേഷൻ കാണിക്കുന്നത്, രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇൻക്ലൂഡർ ആംഗിൾ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ പോസിറ്റീവ് ക്യാമ്പർ ആയതുകൊണ്ടാണ് ഇതിലെന്ത് ചെയ്തത്, ഈ 2ഉം 7ഉം കൂടി ആഡ് ചെയ്തത്. ഇവിടെ 7ആണെന്ന് ഉദ്ദേശിക്കുക നമ്മൾ, 7 ആണെന്നെങ്കിൽ 7ഉം 2ഉം കൂടി ആഡ് ചെയ്യുന്നത് എന്താണ്, ഇവിടെ പോസിറ്റീവ് ക്യാമ്പർ ഉണ്ടായതുകൊണ്ടാണ്. നെഗറ്റീവ് ക്യാമ്പർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തോ ഇത് കുറയും അല്ലേ, ഈ വാല്യൂ കുറയും. സോ കമ്പൈൻഡ് ആംഗിൾ എന്ന് പറയുന്നത് ക്യാമ്പർ പ്ലസ് സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ. ടിപ്പിക്കലി ദി വാല്യൂ ഈസ് 9 to 10 അല്ലെ. പോസിറ്റീവ് ക്യാമ്പർ ആണെങ്കിൽ 9 to 10, 7ൻ്റെ കൂടെ ഒരു 2 കൂട്ടിയാണ് 9, 8ൻ്റെ കൂടെ 2 കൂട്ടിയിട്ട് 10 എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സോ ഇതാണ് കമ്പൈൻഡ് ആംഗിൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്ക്രബ് റേഡിയസിനെ കുറിച്ചാണ്. സ്ക്രബ് റേഡിയസ്, വാഹനത്തിൻ്റെ സ്ക്രബ് റേഡിയസ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ആക്സിസ് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ സ്റ്റിയറിംഗ് ആക്സിസ് ആണ് നമ്മൾ സ്റ്റിയറിംഗ് ആക്സിസിൻ്റെ 2 കിങ് പിൻ പകരം കൊടുക്കുന്ന ബോൾ ജോയിൻറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. എന്താണ് സ്ക്രബ് റേഡിയസ് എന്ന് പറയുക? അപ്പോൾ ഇതൊരു ടയറിൻ്റെ വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. ഇതിൽ നമ്മൾ 2 കാര്യങ്ങളാണ് എടുക്കുന്നത്. ഒന്ന് ടയറിൻ്റെ വെർട്ടിക്കൽ ലൈന്, അതേപോലെ തന്നെ നമ്മളെ സ്റ്റിയറിംഗ് ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ്റെ ഒരു വെർട്ടിക്കൽ ലൈൻ. ഈ 2 ലൈനും കൂടി ഇവിടെ ഇങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടണം. ഇത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ടയർ ഇങ്ങനെ ടയറാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യും, കൂട്ടിമുട്ടും, ടയറിൻ്റെ പോയിന്റിൽ കൂട്ടിമുട്ടും അല്ലേ. ചില സമയങ്ങളിൽ ഇത് താഴത്തോട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ കൂട്ടിമുട്ടും. ചില സമയങ്ങളിൽ ഇത് നല്ല ചെരിവുണ്ടെങ്കിൽ ഈ ടയറിൻ്റെ മുകളിൽ കൂട്ടിമുട്ടും. 3 രീതിയിലും അത് ഉണ്ടാകാറുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ സ്ക്രബ് റേഡിയസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നോക്കാം എന്താണ് സ്ക്രബ് റേഡിയസ് എന്നല്ല കേട്ടോ. ഇൻ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ദ ട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ദി വെഹിക്കിൾ പുഷസ് ദ സസ്പെൻഷൻ ക്രോസ് മെമ്പർ ആൻഡ് ദ ബോഡി ഫോർവേഡ്സ് ഡ്യൂറിംഗ് ഡ്രൈവ്. Thus the forward tractive force act at the point on the road where the steering axis or the kingpin axis meets when projected. The road resistance act on the wheel contact point on the road. The distance between the 2 points is called scrub radius. അപ്പോൾ 2 പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രബ് റേഡിയസ് എന്ന് പറഞ്ഞു. ആ സ്ക്രബ് റേഡിയസിന് വേണ്ടിയിട്ടുള്ള 2 ലൈനുകൾ ഏതൊക്കെയായിരുന്നു അല്ലേ? ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ വെർട്ടിക്കൽ ലൈനാണ്, രണ്ടാമതെന്ന് പറഞ്ഞാൽ ആക്സിസ് ലൈനാണ്. ഒന്നുകൂടി നമുക്ക് ആ ട്രാക്റ്റീവ് ഫോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ് അല്ലേ. ഒന്ന് വാഹനത്തിൻ്റെ ട്രാക്റ്റീവ് ഫോഴ്സും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന്, ഈ വെർട്ടിക്കൽ ലൈനിലാണ് അല്ലേ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ട്രാക്റ്റീവ് ഫോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വീലിൻ്റെ വെർട്ടിക്കൽ ലൈനിൽ എടുക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റേ ഈ വാഹനത്തിൽ വരുന്ന കിങ് പിന്നിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ആക്സിസിൻ്റെ വെർട്ടിക്കൽ ലൈനുണ്ട്. ഇത് രണ്ടും കൂടി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ ടയർ തട്ടുന്ന സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രബ് റേഡിയസ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിലല്ല, ആ മീറ്റ് ചെയ്യുന്ന ടയർ നിലത്ത് തട്ടുന്ന സമയത്തുള്ള പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ, അതിനാണ് എന്ത് പറയുന്നത്, സ്ക്രബ് റേഡിയസ് എന്ന് പറയുന്നത്. സോ സ്ക്രബ് റേഡിയസ് എന്താണെന്നുള്ളത് അവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. ദെൻ ഈ സ്ക്രബ് റേഡിയസുമായി ബന്ധപ്പെട്ടിട്ട് 1-2 കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഇറ്റ് ഈസ് പോസിറ്റീവ്, അപ്പോൾ സ്ക്രബ് റേഡിയസ് പോസിറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് വെൻ ദ ടയർ സെൻറ്റർ ലൈൻ ഈസ് ഇൻസൈഡ് ദ സ്റ്റിയറിംഗ് ആക്സിസ്. ഇറ്റ് ഈസ് മെഷർഡ് ഇൻ mm. ടയറിൻ്റെ സെൻട്രൽ ലൈന് ടയർ സെൻട്രൽ ഈസ് ഇൻസൈഡ് ദ സ്റ്റിയറിംഗ് ആക്സിസ്. ഇറ്റ് ഈസ് മെഷർഡ് ഇൻ mm. The amount of scrub radius depends upon the steering axis inclination, wheel offset and suspension height. ഈ സ്ക്രബ് റേഡിയസിൻ്റെ അളവ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ, എത്രത്തോളം ചെരിഞ്ഞാണോ സ്റ്റിയറിംഗ് ആക്സിസ് വരുന്നത് അല്ലേ, ആ ഒരു ആക്സിസ് വരുന്നത്. അതോടൊപ്പം തന്നെ വീലിൻ്റെ ഓഫ്സെറ്റ്, വീൽസ് ആൻഡ് ടയേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓഫ്സെറ്റ് വീലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ വീലിൻ്റെ ഓഫ്സെറ്റ്, അതേപോലെ തന്നെ സസ്പെൻഷൻ ഹൈറ്റ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ കാര്യം ഉണ്ടായിരിക്കുക.
In the front wheel drive vehicles, the tractive force is imparted to the front wheels so that it acts forward through the wheel contact point to the road. അല്ലേ, ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസിൽ ട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫ്രണ്ട് വീൽസിലൂടെ റോഡിലൂടെ ഫ്രണ്ട് വീൽസിൽ നേരെ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആ വീലിൻ്റെ കോണ്ടാക്ട് പോയിന്റിൽ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ എമൗണ്ട് ഓഫ് കമ്പൈൻഡ് ആംഗിൾ മേ ബി 9 to 10. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കമ്പൈൻഡ് ആംഗിളിൻ്റെ ആംഗിൾ 9 to 10 ആണെങ്കിൽ സ്ക്രബ് റേഡിയസ് അറൗണ്ട് 12 millimeter. 9 മുതൽ 10 വരെയാണ് നമ്മളെ സ്റ്റിയറിംഗ് ആക്സിസ് കമ്പൈൻഡ് ആംഗിൾ ഉണ്ട്. അതായത് നമ്മളെ ക്യാമ്പറും അതേപോലെ കിങ് പിൻ ഇംഗ്ലീഷും നോക്കിയിട്ടുള്ള ആംഗിൾ വാല്യൂ 9 to 10 ഇടയിലാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 9 to 10 ആ റേഞ്ചിലാണ് എന്നുണ്ടെങ്കിൽ സ്ക്രബ് റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 12 millimeter ആണ്. നമുക്ക് ഈ പോസിറ്റീവ് സ്ക്രബ് റേഡിയസ്, നെഗറ്റീവ് സ്ക്രബ് റേഡിയസ് എന്നില്ല കറക്റ്റായിട്ട് ഫിഗർ കണ്ട് തന്നെ പറയട്ടോ. ഫിഗർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിഗർ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ജസ്റ്റ് അതാണ് പെട്ടെന്ന് അവിടെ പറഞ്ഞു പോകുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ഹാവ് യൂഷ്വലി നെഗറ്റീവ് സ്ക്രബ് റേഡിയസ്. ഫ്രണ്ട് വീൽ വെഹിക്കിൾസിന് നെഗറ്റീവ് സ്ക്രബ് റേഡിയസ് ആണ് നോർമലി കൊടുക്കുന്നത്. സോ ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് പോസിറ്റീവ് സ്ക്രബ് റേഡിയസ്, എന്താണ് നെഗറ്റീവ് സ്ക്രബ് റേഡിയസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടയറിൻ്റെ വെർട്ടിക്കൽ ലൈൻ ഉണ്ട് അല്ലേ, ടയറിൻ്റെ വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. ആ ടയറിൻ്റെ വെർട്ടിക്കൽ ലൈന് ഇവിടെ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ, ഇതാണ് എസ് എന്ന് പറയുന്നത്, കിങ് പിൻ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വെർട്ടിക്കൽ ലൈൻ ഇത് രണ്ടും കൂടി കൂട്ടി മുട്ടുന്നത് എവിടെയാണ്, ഈ ഒരു പോയിന്റിലാണ്. അതായത് വീല് തട്ടുന്ന പോയിന്റ് എവിടെയാണ്, ഇതിൻ്റെ താഴത്തോട്ടാണ്. അങ്ങനെ താഴത്തോട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, പോസിറ്റീവ് അല്ലേ. ടയറിൻ്റെ ഇത് ഇവിടെ ശരിക്കും റോഡ് ഉണ്ടായിരിക്കുക, റോഡിലും താഴെയാണ് തട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് സ്ക്രബ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രബ് റേഡിയസ് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് പോസിറ്റീവ് സ്ക്രബ് റേഡിയസ്. ഇവിടെ ഡിസ്റ്റൻസ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് സ്ക്രബ് റേഡിയസ്. ഇനി സീറോ സ്ക്രബ് റേഡിയസ് ആണെങ്കിൽ എന്താ, ഇത് രണ്ടും തട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരൊറ്റ പോയിന്റിലായിരിക്കും. നെഗറ്റീവ് സ്ക്രബ് റേഡിയസ് ആണെന്നുണ്ടെങ്കിലോ ഇത് വെർട്ടിക്കൽ ലൈനിൻ്റെക്കാളും റോഡിൻ്റെ സർഫസിനേക്കാളും മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് ജോയിൻ്റ് ആയിട്ടുണ്ടാവും. ഇതിനാണ് നെഗറ്റീവ് സ്ക്രബ് റേഡിയസ് എന്ന് പറയുന്നത്. സോ പോസിറ്റീവ് സ്ക്രബ് റേഡിയസ് എന്താണ്, നെഗറ്റീവ് സ്ക്രബ് റേഡിയസ് എന്താണ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ. സോ ദെൻ എഫക്റ്റ് ഓൺ സ്ക്രബ് റേഡിയസ്. എഫക്റ്റ് ഓൺ സ്ക്രബ് റേഡിയസ്, സ്ക്രബ് റേഡിയസിലുള്ള എഫക്റ്റ്. അൺലെസ് സ്ക്രബ് റേഡിയസ് ഈസ് സീറോ, സ്ക്രബ് റേഡിയസ് ഈസ് സീറോ, നമ്മൾ ഇവിടെ പറഞ്ഞ കണ്ടീഷൻ അല്ലേ. ദ ടോർക്ക് ആക്ട്സ് ഓൺ ദി വീൽ പുഷിങ് ഇറ്റ് അവേ ഫ്രം ദി സ്ട്രെയിറ്റ് ഹെഡ് പൊസിഷൻ. വീലിൽ അനുഭവപ്പെടുന്ന ടോർക്ക് എന്ന് പറയുന്നത് അല്ലേ, അതിൻ്റെ സ്ട്രെയിറ്റ് ഹെഡ് പൊസിഷനിൽ നിന്ന് പുഷ് ചെയ്തിട്ട് അതല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ക്രബ് റേഡിയസ് സീറോ ആണെങ്കിൽ വീൽ ശ്രമിക്കുക, ആ ടോർക്ക് അതായിരിക്കും ശ്രമിച്ചിട്ടുണ്ടായിരിക്കുക. നെഗറ്റീവ് സ്ക്രബ് റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ വീൽ ടെൻസ് ടു ടോ ഇൻ. എന്താ ടോട്ട് എന്താ നമ്മൾ പറയും. നെഗറ്റീവ് സ്ക്രബ് റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, വീല് ടോയിൻ അവസ്ഥയിലോട്ട് വരും. നെഗറ്റീവ് സ്ക്രബ് റേഡിയസ് ആണെങ്കിൽ വീല് ടോയിൻ അവസ്ഥയിലോട്ട് വരും. സീറോ സ്ക്രബ് റേഡിയസ് ആണെങ്കിൽ സെൻറ്റർ പോയിന്റ് സ്റ്റിയറിംഗ് വീൽ മേ ബി സ്ട്രെയിറ്റ് വിത്തൗട്ട് ടോയിൻ ആൻഡ് ടൗട്ട്. സീറോ സ്ട്രെയിറ്റ് പോയിന്റ് സ്റ്റിയറിംഗ് ആയിരിക്കും, ടോയിനോ ടൗട്ട് ഉണ്ടായിരിക്കില്ല. Though once considered ideal, zero scrub radius can use instability because even small changes in the combined angle move the intersection point above or below ground causes wandering. അപ്പോൾ ഈ ഒരു സീറോ സ്ക്രബ് റേഡിയസ് നോർമലി യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മതി, ചെറിയ രീതിയിലുള്ള ആംഗിൾ ചേഞ്ച് നമ്മുടെ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷനിൽ വാഹനം ഓടിക്കുന്ന സമയത്തോ എന്തെങ്കിലും റോഡിൻ്റെ ഇറഗുലാരിറ്റീസ് കാരണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യും, ഈ ഒരു സ്ക്രബ് റേഡിയസ് നോർമലി സീറോയിലാണെന്നുണ്ടെങ്കിൽ ടയറിൻ്റെ സർഫസിലല്ലേ ആ പോയിന്റ് നിൽക്കുന്നത്. ഇത് ചിലപ്പോൾ മുകളിലോട്ടാകാം, ചിലപ്പോൾ താഴോട്ടാകാം അല്ലേ. അങ്ങനെ മാറിക്കളിച്ചുകൊണ്ടേയിരിക്കും ആംഗിളിലെ ചേഞ്ച് അനുസരിച്ച്. ഇപ്പോൾ ഈ ആംഗിൾ 78 ഡിഗ്രി എന്ന് പറയുന്നത് മേ ബി കൂടാം അല്ലെങ്കിൽ കുറയാം അല്ലേ, ആംഗിൾ കൂടും കുറയും ചെയ്യാം. അപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ വീൽ വാണ്ടറിങ് എന്നുള്ള അവസ്ഥ ഉണ്ടായി മാറും. വീൽ വാണ്ടറിങ് അല്ലേ, വീൽ വാണ്ടറിങ് ഉണ്ടാവും. അത് നമുക്ക് ഭയങ്കര മോശം ഡ്രൈവിങ്ങിൻ്റെ കംഫർട്ട്നെസ് ആണ് തരിക. സോ ലാർജ് സ്ക്രബ് റേഡിയസ് റിക്വേഴ്സ് ഹയർ സ്റ്റിയറിംഗ് എഫേർട്ട്. ലാർജ് സ്ക്രബ് റേഡിയസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സ്ക്രബ് റേഡിയസിൻ്റെ ഒരു അളവ് പറഞ്ഞല്ലോ, നമ്മൾ 12 mm ആണ്, ഒരു 7 to 8 എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ലാർജ് സ്ക്രബ് റേഡിയസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിക്വേഴ്സ് ഹയർ സ്റ്റിയറിംഗ് എഫേർട്ട്. സ്റ്റിയറിംഗ് എഫേർട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വളരെ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇൻക്രീസസ് ലോഡ് ആൻഡ് വിയർ ഓൺ സ്റ്റിയറിംഗ് ആൻഡ് സസ്പെൻഷൻ. ഇൻക്രീസസ് ലോഡ് ആൻഡ് വിയർ ഓൺ സ്റ്റിയറിംഗ് ആൻഡ് സസ്പെൻഷൻ. മേക്ക് അൺഈക്വൽ ബ്രേക്കിംഗ് എഫക്ട്സ് മോർ സെവറെ ആൻഡ് ഡേഞ്ചറസ്. അൺഈക്വൽ ബ്രേക്കിംഗ് എഫക്റ്റ് കാര്യങ്ങളാണ് ഉണ്ടാകുക. ഇഫ് ദ സ്ക്രബ് റേഡിയസ് ഡിഫേഴ്സ് ഓൺ ദി ടു വീൽസ് ദ വെഹിക്കിൾ പുൾസ് ടുവാർഡ്സ് ദ സൈഡ് വിത്ത് ലാർജർ സ്ക്രബ് റേഡിയസ്. ഇഫ് ദ സ്ക്രബ് റേഡിയസ് ഡിഫേഴ്സ് ഓൺ ടു വീൽസ് ദ വെഹിക്കിൾ പുൾസ് ടുവാർഡ്സ് ദി സൈഡ് ആൻഡ് ലാർജർ സ്ക്രബ് റേഡിയസ് അല്ലേ. സ്ക്രബ് റേഡിയസ് രണ്ട് വീലുകളിലെയും സ്ക്രബ് റേഡിയസ് ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ
വെഹിക്കിൾ എന്ത് ചെയ്യും, ലാർജർ സ്ക്രബ് റേഡിയസ് ഉള്ള ഭാഗത്തോട്ട് വലിയും അല്ലേ, അവിടേക്ക് എന്ത് ചെയ്യും, ഒരു ഭാഗത്തോട്ടുള്ള വലിവ് കൂടുതലായിട്ട് സംഭവിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്ക്രബ് റേഡിയസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സ്ക്രബ് റേഡിയസ്. പോസിറ്റീവ് സ്ക്രബ് റേഡിയസ് എന്താണ്, നെഗറ്റീവ് സ്ക്രബ് റേഡിയസ് എന്താണ്, സീറോ സ്ക്രബ് റേഡിയസ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ആ പോയിന്റ് എവിടെയാണോ കോണ്ടാക്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് ബാക്കിയെല്ലാം ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടോപ്പിക്ക് പോവാണ്. നമ്മൾ അടുത്ത കാസ്റ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ക്യാമ്പർ പറഞ്ഞു, കിങ് പിൻ ഇൻക്ലിനേഷൻ പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ പറഞ്ഞു, ഇൻക്ലൂഡർ ആംഗിൾ പറഞ്ഞു, ദെൻ നെക്സ്റ്റ് അടുത്ത് നമ്മൾ സ്ക്രബ് റേഡിയസ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാസ്റ്ററിനെ കുറിച്ചാണ്. കാസ്റ്റർ എന്താണ്, കാസ്റ്റർ നമ്മളിനി പറയാൻ പോകുന്നത് കാസ്റ്ററിനെ കുറിച്ചാണ്. എന്താണ് കാസ്റ്റർ? ഇതും കിങ് പിൻ നമ്മളെ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ്റെ എന്താണ്, സ്റ്റിയറിംഗ് ആക്സിസിൻ്റെ ഒരു ഇൻക്ലിനേഷൻ തന്നെയാണ് അല്ലേ, സ്റ്റിയറിംഗ് ആക്സിസിൻ്റെ ഒരു ഇൻക്ലിനേഷൻ തന്നെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയല്ല, നമ്മൾ നോക്കിയിരുന്ന ഭാഗം ചെറിയ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇത് വാഹനത്തിൻ്റെ പ്ലെയിൻ ഓഫ് ദി വീല്, വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്നാണ് നോക്കുന്നത്. വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്നാണ് ഇത് നോക്കുന്നത്. നോക്കാം എന്താണ് കാസ്റ്റർ എന്നിൽ. എന്തായിരിക്കും കാസ്റ്റർ? ദ ആംഗിൾ ബിറ്റ്വീൻ കിങ് പിൻ സെൻട്രൽ ലൈൻ ഓർ സ്റ്റിയറിംഗ് ആക്സിസ് ആൻഡ് ദ വെർട്ടിക്കൽ. ഇപ്പോൾ നമ്മൾ ഈ കിങ് പിന്നിൻ്റെ സെൻട്രൽ ലൈന് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആക്സിസിൻ്റെ സെൻട്രൽ ലൈനിന് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് വെർട്ടിക്കലിൽ നിന്നുള്ള ചെരിവിനെ, അതായത് വെർട്ടിക്കൽ ലൈൻ ഇവിടെ ഉണ്ട്, ഈ വെർട്ടിക്കൽ ലൈനിൽ നിന്നുള്ള ചെരിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാസ്റ്റർ എന്ന് പറയുന്നത്. ഇൻ ദ പ്ലെയിൻ ഓഫ് ദി വീൽ ഈസ് കാൾഡ് കാസ്റ്റർ. അപ്പോൾ നമുക്ക് കിങ് പിന്നിൻ്റെ രണ്ട് ചെരിവുണ്ട് അല്ലേ. കിങ് പിന്നിൻ്റെ ഇൻവാർഡ് ടിൽട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. കിങ് പിന്നിൻ്റെ ഇൻവാർഡ് ടിൽറ്റിനാണ് നമ്മൾ കിങ് പിൻ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ എന്താ പറയുന്നത്, കിങ് പിന്നും അതേപോലെ തന്നെ വെർട്ടിക്കൽ ലൈനും തമ്മിലുള്ള ആംഗിൾ, അത് കിങ് പിന്നിൻ്റെ വശങ്ങളിലേക്കുള്ള ചെരിവ് അല്ലേ. കിങ് പിന്നിൻ്റെ ചെരിവ് ഇൻക്ലിനേഷൻ എവിടുന്ന്, ഇൻ ദ വ്യൂ എവിടുന്നാണ് വരുന്നത്, ഇൻ ദ പ്ലെയിൻ ഓഫ് ദി വീലിൻ്റെ വശങ്ങളിൽ നിന്ന് നോക്കുക അല്ലെങ്കിൽ വീലിൻ്റെ പ്ലെയിൻ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാസ്റ്റർ ആംഗിൾ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ കിങ് പിന്നെ രണ്ട് കാര്യം വരുമ്പോൾ തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. നമ്മൾ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ എന്ന് തന്നെ കറക്റ്റ് എടുക്കണം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കാസ്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഈ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വെർട്ടിക്കൽ ലൈൻ കാണാൻ പറ്റും. വെർട്ടിക്കൽ ലൈനിൽ നിന്ന് കിങ് പിന്നിൻ്റെ ചെരിവ് ഇവിടെ ഇങ്ങനെ ചെരിവുണ്ട്, ഈ ചെരിവും ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ആംഗിളാണ് എന്ത് പറയുന്നത്, കാസ്റ്റർ ആംഗിൾ എന്ന് പറയുന്നത്. ഇതിന് നോർമലി ഇതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്, ഒരു 3 ഡിഗ്രി ആ റേഞ്ചിലാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. സോ നമുക്ക് എന്തായാലും നോക്കാം. ഇനി നമ്മൾ ക്യാമറൊക്കെ പറഞ്ഞ പോലെ തന്നെ കാസ്റ്ററിനും 2 ടൈപ്പ് കാസ്റ്റർ ഉണ്ട്. എന്താണ്, പോസിറ്റീവ് കാസ്റ്റർ ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് കാസ്റ്റർ ഉണ്ട് അല്ലേ. ഇഫ് ദ കിങ് പിൻ സെൻട്രൽ ലൈൻ മീറ്റ്സ് ദ ഗ്രൗണ്ട് അറ്റ് എ പോയിന്റ് എഹെഡ് ഓഫ് ദി വെർട്ടിക്കൽ വീൽ central line is shown in figure, it is called positive caster. If it is behind the vertical central line, it is called negative caster. നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് വാഹനം എങ്ങോട്ടാണ് പോകുന്നത് എന്നില്ല ആദ്യം എടുക്കണം. വാഹനം എങ്ങോട്ടാണ് പോകുന്നത്, ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ലൈൻ അല്ലേ, ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ലൈൻ, ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ്റെ ലൈൻ. സ്റ്റിയറിംഗ് ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ ലൈൻ വെർട്ടിക്കൽ ലൈനിൻ്റെ ഫ്രണ്ടിലാണ് പോയിന്റ് പോയി ഇടിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇതല്ലേ ഇതിൻ്റെ വെർട്ടിക്കൽ ലൈൻ, വെർട്ടിക്കൽ ലൈനിൻ്റെ ഫ്രണ്ടിലാണ് പോയിന്റ് വന്ന് ഇടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് കാസ്റ്റർ എന്നും, ഇവിടെ നോക്കൂ ബാക്കിലാണ് വന്ന് ഇടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇടിക്കല്ല, ഇതൊക്കെ ഒരു എന്താ പറയുക ഇമാജിനറി ആണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെഗറ്റീവ് കാസ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്ലെയിൻ ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ട് ഫ്രണ്ടിലാണ് പോയി ഇടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് കാസ്റ്റർ എന്നും, മറ്റേ ഭാഗത്തോട്ടാണ് ചെരിഞ്ഞ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നിലാണ് പോയി ഇടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പിന്നിലാണ് പോയി ആ ജോയിൻറ്റ് ഈ പോയിന്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് കാസ്റ്റർ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് കാസ്റ്റർ ഉണ്ട്, നെഗറ്റീവ് കാസ്റ്റർ ഉണ്ട്. സോ കാസ്റ്റർ പറഞ്ഞു, പോസിറ്റീവ് കാസ്റ്റർ എന്താണെന്ന് പറഞ്ഞു, നെഗറ്റീവ് കാസ്റ്റർ എന്താ പറഞ്ഞു. കാസ്റ്ററിൻ്റെ കേസിൽ 2 കാര്യങ്ങൾ നോക്കണം, ഒന്ന് വെർട്ടിക്കൽ ലൈന്, അതേപോലെ തന്നെ കിങ് പിന്നിൻ്റെ ലൈന് അല്ലേ, കിങ് പിൻ ഇൻക്ലിനേഷൻ്റെ ലൈന്, ഇമാജിനറി ലൈന്, അത് നോക്കാം. ദെൻ നെക്സ്റ്റ് അടുത്തത് എഫക്ട്സ്. നമുക്ക് കാസ്റ്ററിൻ്റെ എഫക്ട്സ് എന്തൊക്കെയല്ലേ നോക്കാം. എന്തൊക്കെ എഫക്റ്റ് കാസ്റ്റർ നമ്മൾ എങ്ങനെ കാസ്റ്റർ കൊടുക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയാണ് അത് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. In the rear wheel drive vehicles, steering axis pulls the front tires, whereas tire drag on account of the vehicle weight is on the vertical line and the center of the footprint. In positive caster, steering axis would meet the ground ahead of the center of the tire print. The latter would always follow the former. Thus, the positive caster on the car wheels provides directional stability, that is, straight line tracking is improved.
ഇപ്പോൾ നമ്മൾ ഒരു പോസിറ്റീവ് കാസ്റ്ററാണ് വാഹനത്തിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടത്തെ വീലിൻ്റെ പിന്നിൽ തന്നെ ബാക്കിൽ വീൽ വരുന്ന പോലെ, അല്ലെങ്കിൽ ആ ട്രാക്കിങ് സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് പോകുന്ന ആ ട്രാക്കിങ് എന്ത് ചെയ്യും, എപ്പോഴും ഇമ്പ്രൂവ് ആവും. കാരണം ആ മുന്നിൽ ആണ് പോയിന്റ്, എവിടെയാണ് ആ പോയിന്റ് എവിടെ വരുന്നത്, ഫ്രണ്ടിലല്ലേ വന്നിടിക്കുന്ന പോസിറ്റീവ് കാസ്റ്റർ കൊടുക്കുന്ന സമയത്ത്. സോ ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ അതിനെ ഫോളോ ചെയ്ത് പോകുന്ന രീതിയിലാണ് നമുക്ക് അത് വരുന്നത് അല്ലേ. അത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം എന്താ അറിയോ, നമ്മൾ ഈ നമ്മളുടെ ഈ ഒരു ഫർണിച്ചറുകൾക്ക് അല്ലേ, വീൽ ചെയറുകൾ, ഫർണിച്ചറുകൾ അല്ലേ, കബോർഡ്, ഷെൽഫ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന സ്ട്രെച്ചറുകൾ, ഇങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ കൊടുക്കുന്ന വീല് കണ്ടിട്ടില്ലേ, അത് പോസിറ്റീവ് കാസ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ബൈക്കിൻ്റെ വീല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈക്കിൻ്റെ വെർട്ടിക്കൽ ലൈനും അതേപോലെ തന്നെ ഇവിടുന്ന് ഈ സ്റ്റിയറിംഗിലെ നമ്മുടെ ഹാൻഡിലിൻ്റെ ആ വെർട്ടിക്കൽ ലൈൻ ഇത് പോയിട്ട് ഫ്രണ്ടിലല്ലേ ഇടിക്കുന്നത്. സോ അതിന് നമുക്ക് ഡയറക്ഷണൽ സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടുന്ന എവിടെയായിരിക്കും, ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കും. ഇതാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റുഡ് ബൈ കൺസിഡറിങ് ദ സിമിലർ കാസ്റ്റർ എഫക്റ്റ് പ്രൊവൈഡ് ദി ഫർണിച്ചർ റോളേഴ്സ് ആൻഡ് ഫ്രണ്ട് വീൽസ് ഓഫ് ദി ബൈസിക്കിൾസ്. ഇൻ ബോത്ത് കേസസ് പോസിറ്റീവ് കാസ്റ്റർ ഈസ് പ്രൊവൈഡ്. പോസിറ്റീവ് കാസ്റ്ററാണ് ഇങ്ങനത്തിലൊക്കെ നമ്മൾ എന്താണ് പോസിറ്റീവ് കാസ്റ്ററാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഒരു ഡയറക്ഷൻ സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കൊടുക്കേണ്ടത് തന്നെയാണ് പോസിറ്റീവ് കാസ്റ്റർ തന്നെയാണ് നമ്മൾ ഡയറക്ഷൻ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടോ ഇനും ടോ ഔട്ടുമാണ്. ടോ ഇൻ ടോ ഔട്ട്. എന്താണ് ടോ ഇൻ ടോ ഔട്ട്? ടോ ഇൻ ടോ ഔട്ട് നോട്ട് പറയുന്നതിന് മുന്നേ ഈ ഫിഗർ കണ്ടിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയണം എന്താണ് ടോ ഇൻ ടോ ഔട്ട് എന്ന് അറിയാം. നമ്മളൊരു വാഹനത്തിൻ്റെ ഫ്രണ്ട് വീൽ എടുക്കുക. ഫ്രണ്ട് വീലിൻ്റെ ഈ ഒരു ഭാഗത്തിനെ നാം ഫ്രണ്ട് വീലിൻ്റെ പിൻവശം എന്ന് പറയുന്നു. ഈ ഒരു ഭാഗത്തിന് ഈ ഭാഗത്തിന് ഫ്രണ്ട് വീലിൻ്റെ മുൻവശം എന്ന് പറയുന്നു. അപ്പോൾ ഫ്രണ്ട് വീലിൻ്റെ പിൻവശം മുൻവശത്തേക്കാൾ അടുത്താണ് നിൽക്കുന്നത് എങ്കിൽ അല്ലേ, ഇപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഡിസ്റ്റൻസ് നോക്കൂ, അടുത്തല്ലേ? ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്ലേ, അടുത്തല്ലേ? മുൻവശം പിൻവശത്തെ അപേക്ഷിച്ച് അടുത്താണ് നിൽക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ ടോ ഇൻ എന്നും, അതായത് അകത്തോട്ട് ഇൻ എന്നും, ഔട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലേ, അകന്നാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോ ഔട്ട് എന്നും പറയുന്നു. കാരണം ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഡിസ്റ്റൻസ് നോക്കൂ, ഇവിടുത്തെ ഡിസ്റ്റൻസിനേക്കാളും കൂടുതലല്ലേ ഇവിടുത്തെ ഡിസ്റ്റൻസ്. സോ അത് പുറത്തോട്ടാണ് നിൽക്കുന്നത്, അതിനെ നമ്മൾ ടോ ഔട്ട്. ഇതൊക്കെ വളരെ ചെറിയ അളവുള്ളൂ കേട്ടോ, വലിയ അളവൊന്നുമില്ല, വളരെ ചെറിയ അളവാണ്. സോ അങ്ങനെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടോ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടോയിന് എന്താ, ടോ ഔട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലുകളുടെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കിത് ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലുകളുടെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലുകളുടെ മുൻഭാഗം പിൻഭാഗത്തെ അപേക്ഷിച്ച് അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടോ ഇൻ എന്നും, അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടോ ഔട്ട് എന്നും പറയുന്നു. ജസ്റ്റ് മലയാളത്തിൽ കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം, സെൻറ്റൻസ് ആയിട്ട് തന്നെ നോക്കാം. ടോയിൻ എന്താ, ടോ ഔട്ട് എന്താ? ടോയിൻ ഈസ് ദ എമൗണ്ട് ഓഫ് ദി വിച്ച് ദ ഫ്രണ്ട് വീൽസ് ആർ സെറ്റ് ക്ലോസർ ടുഗദർ ഇൻ ദ അറ്റ് ദി ഫ്രണ്ട് ദാൻ അറ്റ് ദി റിയർ ഇൻ ദ വെഹിക്കിൾ സ്റ്റേഷനറി. ഒരു വാഹനം സ്റ്റേഷനറി ആയി നിൽക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലുകളുടെ റിയർ ഭാഗത്തെ അപേക്ഷിച്ച് ഫ്രണ്ട് സൈഡ് അടുത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ടോ ഇൻ എന്ന് പറയുന്നു. ടോ ഔട്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. ഓൺ ദി അതർ ഹാൻഡ് ദ വീൽ മേ ബി സെറ്റ് ക്ലോസർ ദാൻ ദ റിയർ അതർ ദാൻ ദ ഫ്രണ്ട് in which the case of difference of the distance between the front wheels at the front and the rear wheel is called toe out. ഇതിൻ്റെ ഓപ്പോസിറ്റിലെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടോ ഔട്ട് എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ എഫക്റ്റ് എന്താണ്, ഇതിന് എഫക്റ്റ് സംഭവിക്കുന്നത് എന്താണ് ഒരു ടോയിനും ടോ ഔട്ടും കൊടുക്കുന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ അല്ലേ. നമ്മൾ ശരിക്കും വീൽ അലൈൻമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കുക എന്തായിരിക്കും, ഈ ടോയിനും ടോ ഔട്ടും തന്നെ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കുക അല്ലേ എഫക്റ്റ്. ഇൻ ദ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ്, അതിന് റിയർ വീൽ ഡ്രൈവ് വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ്, ദ റിയർ ആക്സിൽ പുഷസ് ദ ഫ്രണ്ട് ആക്സിൽ ടയേഴ്സ് ആൻഡ് ദേ റോൾ എലോങ് ദി റോഡ്. റിയർ വീൽ ഡ്രൈവ് കൊടുക്കുന്ന വാഹനങ്ങൾക്ക് ഫ്രണ്ടത്തെ വീലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അത് ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടയർ റോളിംഗ് റെസിസ്റ്റൻസ് പ്രൊഡ്യൂസസ് സം ഡ്രാഗ് വിച്ച് റിസൾട്ട് ഇൻ റിയർവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദി സസ്പെൻഷൻ ആംസ് അഗെയിൻസ്റ്റ് ദെയർ ബുഷിങ്സ്. അപ്പോൾ ആ സമയത്തില്ലേ അവിടെ ഉണ്ടാകുന്ന ആ സമയത്ത് ടയർ റോളിംഗ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊരു ഡ്രാഗ് ഫോഴ്സ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആ ഡ്രാഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ആണ് വിച്ച് റിസൾട്ട് ഇൻ റിയർവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദി സസ്പെൻഷൻ ആംസ് അഗെയിൻസ്റ്റ് ദെയർ ബുഷിങ്സ്. ഓക്കെ, ഡ്യൂ ടു ദിസ് മോസ്റ്റ് റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആർ പ്രൊവൈഡഡ് വിത്ത് സം ടോ ഇൻ ടു കോമ്പൻസേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി ടയേഴ്സ് റൺ പാരലൽ ടു ഈച്ച് അതർ. അപ്പോൾ റിയർ വീൽ ഡ്രൈവ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് നോർമലി എന്താ കൊടുക്കുന്നത്, ഒരു ടോയിൻ കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഫോഴ്സ് കൂടി ബാക്കിൽ നിന്ന് വരുന്ന സമയത്ത്, സസ്പെൻഷൻ്റെ ഒരു ഫോഴ്സ് കൂടി വരുന്ന സമയത്ത് ടയർ വാഹനം മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും, അതൊരു സ്ട്രെയിറ്റ് പൊസിഷനിലായിട്ട് വരും, പാരലായിട്ട് നിൽക്കും.
സോ നമുക്ക് അത് എന്തായിട്ടുണ്ടാവും, ടോയിനും ടോട്ടും അല്ലാത്ത ഒരു കണ്ടീഷനിൽ നിൽക്കും, വാഹനത്തിൻ്റെ ടയറിൻ്റെ തേയ്മാനം യൂണിഫോം ആവും. അല്ല നമ്മൾ നേരെയാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലോ, ഓട്ടോമാറ്റിക്കലി നേരെയാണ് ടോയിനല്ലാതെ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വാഹനം ഓടുന്ന സമയത്ത് എന്ത് സംഭവിക്കും അല്ലേ, ഒന്നുകൂടി പുറത്തോട്ട് പോകും, വാഹനത്തിൻ്റെ ടയറിൻ്റെ ഒരു വശം മാത്രം ചെത്തിപ്പോകുന്ന പോലുള്ള കാര്യങ്ങൾ വരും. അതാണ് നമുക്ക് റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസിൻ്റെ കേസ്. ഇനി ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസ്, ഇൻ ദ കേസ് ഓഫ് ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് ആണ്, തിരിച്ചാണ്. വേറിൻ ദ ഫ്രണ്ട് ആക്സിൽ പുൾസ് ദ വീൽസ് ത്രൂ ഇറ്റ് സെൽഫ്. ഫ്രണ്ട് ആക്സിൽ തന്നെയാണ്, ഫ്രണ്ട് ആക്സിലാണ് ഡ്രൈവ്, ഫ്രണ്ട് ആക്സിൽ തന്നെയാണ് അതിൽ വലിച്ചിട്ട് അല്ലേ വലിച്ചു കൊണ്ടുപോകുന്നത്. റിസൾട്ടിങ് ഇൻ ഫോർവേഡ് മൂവ്മെൻറ്റ് ഓഫ് ദി സസ്പെൻഷൻ ആംസ് എഗെയിൻസ്റ്റ് ദെയർ ബുഷിങ്സ്. ടു കോമ്പൻസേറ്റ് ദിസ് നെഗറ്റീവ് ടോയിൻ അല്ലെങ്കിൽ ടോ ഔട്ട് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ചിന്തിക്കുക, ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ അല്ലേ, ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കൽ നോർമലി ടോ ഔട്ടാണ്. റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ടോ ഇൻ ആണ്. നമ്മൾ ഡയറക്ഷൻ സ്റ്റെബിലിറ്റി ഒക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ആ കാര്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടത്. ജസ്റ്റ് ആ ടോയിനാണ്. ഈ ടോയിൻ്റെ ജസ്റ്റ് ഒരളവും കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കുക. ടോയിൻ്റെ അളവ് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മില്ലിമീറ്റർ. 100 മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എത്ര അറിയില്ല, വളരെ ചെറിയ എമൗണ്ടാണ് വരുന്നത്. ഫ്രണ്ട് വീലും റിയർ വീലും തമ്മിലുള്ള ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു 3 മീറ്ററിൻ്റെ അളവാണ് നമുക്ക് അവിടെ കറക്റ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വരിക. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ടോ എമൗണ്ട് ആൾസോ എഫക്ട്സ് ദ ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ടോ എമൗണ്ട് ആൾസോ എഫക്ട് ദി ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻക്രീസ് ദ ടോയിൻ വുഡ് റിസൾട്ട് ഇൻ ഡിക്രീസ്ഡ് ഓവർ സ്റ്റിയർ and increased direction stability at high speeds, and increase in tow out would result in reduced understeer and greater ease of steering during cornering. ഇപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഓവർ സ്റ്റിയറിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഒരു അണ്ടർ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഞാനിതിൽ PPT ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഓവർ സ്റ്റിയറും അണ്ടർ സ്റ്റിയറിങ്ങും ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളൊരു ടേൺ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ടേണിൽ പോവേണ്ട ലൈൻ എന്ന് വിചാരിക്കുക. നമ്മൾ വാഹനം തിരിക്കുന്ന സമയത്ത് നമ്മൾ ടേൺ എടുക്കുകയാണ്. വാഹനം തിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത്, നമ്മൾ ഓടിക്കാൻ വേണ്ടിയിട്ട് വാഹനം തിരിക്കുന്ന സമയത്ത് ഒന്ന് കുറച്ച് അകത്തോട്ട്, വീണ്ടും നമ്മളെ വളവിൽ നിന്നും അകത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, കാണുന്നില്ല, ഞാൻ കാണുന്ന കളറിൽ എടുക്കാം, അകത്തോട്ട് കൂടുതലായിട്ട് അകത്തോട്ട് ഇങ്ങനെ നല്ലോണം ടേൺ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഓവർ സ്റ്റിയർ ആണ്. നോർമലി പോവേണ്ട പാത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിട്ടൊന്നും അത്രയും നമ്മൾ ആ കെർവിലോട്ട് എത്തുന്നില്ല, പുറത്തോട്ടാണ് പോയത് ഈ കെർവിൽ നിന്ന്, ഇതാണെന്നുണ്ടെങ്കിൽ അണ്ടർ സ്റ്റിയർ ആണ്. നമ്മൾ കരുതി അത്ര വന്നില്ല അല്ലേ, അണ്ടർ സ്റ്റിയർ ആണ്. ഇത് ഓവർ സ്റ്റിയർ ആണ്. അണ്ടർ സ്റ്റിയർ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അടിച്ചാൽ തന്നെ ഇതിൻ്റെ ഫിഗേഴ്സ് കാണും കേട്ടോ. ഓവർ സ്റ്റിയർ അണ്ടർ സ്റ്റിയറിൻ്റെ പിക്ചർ കാണാൻ പറ്റും, വാഹനം വളവിൽ നിന്ന് പോകുന്നത്. ഇതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. സോ ഓവർ സ്റ്റിയർ അണ്ടർ സ്റ്റിയർ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓവർ സ്റ്റിയർ എന്താ, അണ്ടർ സ്റ്റിയർ എന്താ. ഞാൻ നോട്ട് ഇതിൻ്റെ കൂടെ അയക്കുന്ന സമയത്ത് ഓവർ സ്റ്റിയർ അണ്ടർ സ്റ്റിയറിൻ്റെയും ഒരു പിക്ചർ ഇവിടെ ഉൾപ്പെടുത്താം. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഓവർ സ്റ്റിയർ ഉണ്ട്, അപ്പോൾ അണ്ടർ സ്റ്റിയർ ഉണ്ട്. ആ 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ടോയിൻ്റെ എഫക്റ്റ് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ടോയിൻ വുഡ് ഡിക്രീസ്ഡ് ഓവർ സ്റ്റിയർ. ടോയിൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ടോയിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ സ്റ്റിയർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓവറായിട്ട് തിരിയുന്നത് ഡിക്രീസ് ആവും. അതിന് ഡയറക്ഷൻ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും, നമുക്ക് ഇൻക്രീസ് ആവും. നല്ല സ്പീഡിലൊക്കെ ഡയറക്ഷൻ സ്റ്റെബിലിറ്റി ഉണ്ടാവും. മറ്റേ നമ്മൾ നല്ല സ്പീഡിൽ പോയിട്ട് എന്ത് ചെയ്യും, വളവ് വളക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നര തിരിക്കുന്നതോട് കൂടി വാഹനം ഒന്നായിട്ട് എന്ത് ചെയ്യും, കൂടുതലായിട്ട് തിരിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ തിരിഞ്ഞു പോകും. അത് നമ്മുടെ ഡയറക്ഷൻ സ്റ്റെബിലിറ്റിയെ ബാധിക്കും, സ്റ്റിയറിങ് അല്ലേ, അപകടങ്ങൾക്കും കാര്യങ്ങളൊക്കെ കാരണമാകും. ദെൻ ഇൻക്രീസ് ഇൻ ടോ ഔട്ട് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഇത് അണ്ടർ സ്റ്റിയർ റെഡ്യൂസ് ആവും. അപ്പോൾ ആ 2 കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ടോയിനും ടോട്ടും പ്രോപ്പർലി കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു പ്രോപ്പർ ലൈനിലൂടെ അല്ലേ, അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ സ്റ്റെബിലിറ്റി ലഭിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. സോ ടോയിൻ ആൻഡ് ടോ ഔട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നോർമലി അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഒരു 3 മില്ലിമീറ്റർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് അടുത്ത പറയാനുള്ളത് കറക്റ്റ് സ്റ്റിയറിംഗ് ആംഗിൾ. എന്താണ് ഒരു കറക്റ്റ് സ്റ്റിയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത്? അത് നമുക്ക് ഒരു വാഹനം ടോ ഔട്ട് കണ്ടീഷനിൽ വാഹനം ഓടിക്കുന്ന സമയത്തുള്ളൊരു കാര്യങ്ങളാണെങ്കിൽ പറയാം. ടോ ഔട്ട് ഓൺ ടേൺ പോലെ തന്നെ ഒരു കണ്ടീഷനാണ്. ഒരു വാഹനത്തിലൊരു ലോക്കിംഗ് പൊസിഷൻ കറക്റ്റ് സ്റ്റിയറിംഗ് ആംഗിൾ നമ്മൾ സ്റ്റിയറിംഗിൻ്റെ ആക്കർമാൻ സ്റ്റിയറിംഗ് സിസ്റ്റം, സ്റ്റിയറിംഗിൻ്റെ പ്രിൻസിപ്പിളൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ദ പെർഫെക്റ്റ് സ്റ്റിയറിംഗ് ഈസ് അച്ചീവ്ഡ് വെൻ ഓൾ ദ 4 വീൽസ് ആർ റോളിംഗ് പെർഫെക്റ്റ്ലി അണ്ടർ ഓൾ കണ്ടീഷൻസ് ഓഫ് റണ്ണിങ് അല്ലേ. നമുക്കൊരു പെർഫെക്റ്റ് സ്റ്റിയറിംഗ് എപ്പോഴാണ് കിട്ടുന്നത്? എല്ലാ വീലുകളും
എല്ലാ കണ്ടീഷനിലും അതിൽ റോഡിൽ വളവ് തിരിയുന്ന സമയം ഉണ്ടാവും, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സമയം ഉണ്ടാവും, മോശം റോഡിലൂടെ പോകുന്ന സമയം ഉണ്ടാവും, നല്ല റോഡിലൂടെ പോകുന്ന സമയം ഉണ്ടാവും. എല്ലാ കണ്ടീഷനിലും എന്താണ് പെർഫെക്റ്റ്ലി റോൾ ആകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു പെർഫെക്റ്റ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. While taking turns, the condition of perfect rolling is satisfied if the axis of the front wheels when produced meet the rear wheel axis at one point. This point is called the instantaneous center of the vehicle. നമ്മൾ സ്റ്റിയറിംഗിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് എൻ്റെ ഫിഗർ ഉൾപ്പെടുത്താത്തത്. എന്താണ്, നമ്മളൊരു വാഹനം വളവ് തിരിയുന്ന സമയത്ത് ഫ്രണ്ടത്തെ വീല് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ, ഫ്രണ്ടത്തെ 2 വീല് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ബാക്കത്തെ വീല് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ എല്ലാ വീലുകളും കൂടിയും ഒരൊറ്റ പോയിന്റിൽ അല്ലേ എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ആംഗിൾ ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, ഇതിൻ്റെ ആംഗിൾ ഈ ഒരു പോയിന്റാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്റർ ഐ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്റർ അല്ലേ, ഐ എന്നാണ് നമ്മളന്ന് ഫിഗറിലിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് സീൻ ദ ഇൻസൈഡ് വീൽ ഈസ് റിക്വയർഡ് ടു ടേൺ ത്രൂ എ ഗ്രേറ്റർ ആംഗിൾ ദാൻ ഔട്ടർ വീൽ. നമ്മൾ ഇങ്ങോട്ട് വളവ് തിരിയുന്ന സമയത്ത് ഈ അകത്തെ വീലിന് ഇതിൻ്റെ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, അകത്തെ വീലിന് അല്ലേ പുറത്തെ വീലിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യും, കുറച്ചും കൂടി കൂടുതലായിട്ട് ഒരു ഗ്രേറ്റർ ആംഗിളിൽ തിരിയേണ്ടി വരും. ദ ലാർജർ ഓഫ് ദി സ്റ്റിയറിംഗ് ആംഗിൾ ആൻഡ് സ്മാളർ ഓഫ് ടേണിംഗ് സർക്കിൾ. ഹൗവർ എ മാക്സിമം വിച്ച് ക്യാൻ ബി ഗോസ് റിഗാർഡ്സ് ദ സ്റ്റിയറിംഗ് ആംഗിൾ. നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ആംഗിൾ, അതായത് നമുക്ക് പറയാം ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഈ അകത്തെ വീൽ എന്ത് ചെയ്യും, പുറത്തെ വീലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതൽ ആംഗിളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് തിരിയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെ ആ ഒരു പൊസിഷനിൽ തിരിയേണ്ടി വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ പൊസിഷനിൽ തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് കുറക്കാൻ പറ്റുള്ളൂ. ടേണിംഗ് റേഡിയസ് പറഞ്ഞാൽ എന്താ, ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു ഫുള്ള് സ്റ്റിയറിംഗ് തിരിച്ചു വെച്ചിട്ട് വാഹനം കൊണ്ടൊരു സർക്കിൾ വരക്കുകയാണെങ്കിൽ അല്ലേ, അതിൻ്റെ റേഡിയസാണ് വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ടേണിംഗ് റേഡിയസ് ഉള്ള വാഹനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. നമുക്ക് ആ വാഹനം ഒടിഞ്ഞ് കിട്ടണമല്ലോ കറക്റ്റായിട്ട്. ചെറിയ കാറുകൾക്കാണ് ഏറ്റവും കൂടുതൽ ടേണിംഗ് റേഡിയസ് ഉള്ളത്. വീലിന് മാക്സിമം തിരിയാൻ പറ്റുന്നതിൽ ആ മാക്സിമം തിരിയാൻ പറ്റുന്ന ഈ ഒരു ആംഗിൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് വുഡ് ബി ഫൗണ്ട് ദ സ്റ്റിയറിംഗ് ആംഗിൾ ഓഫ് ദി ഇന്നർ വീൽ ഹാവ് എ മാക്സിമം വാല്യൂ ഓഫ് 44 ഡിഗ്രി. ആ ഇന്നർ വീലിന് മാക്സിമം തിരിയാൻ പറ്റുന്ന ആ ഒരു ആംഗിളിനെ പറയുന്ന ആംഗിളാണ് 44 ഡിഗ്രി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ലോക്കാണ് കേട്ടോ. അതിന് പറയുന്നതാണ് ഇത് എക്സ്ട്രീം പൊസിഷൻ ഓഫ് ദി എയ്തർ സൈഡ് ഈസ് കാൾഡ് ലോക്ക് പൊസിഷൻ അല്ലേ. ആ ഒരു പോയിന്റ് സ്റ്റിയറിംഗ് ലോക്കാണ്, മാക്സിമം 44 ഡിഗ്രിയാണ് തിരിയുക. അതിനെ നമ്മൾ ലോക്ക് പൊസിഷൻ എന്നായിട്ടാണ് അറിയപ്പെടുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ പറയുന്നത് ദ ഡയമീറ്റർ ഓഫ് ദി സ്മാളസ്റ്റ് സർക്കിൾ വിച്ച് ദ ഔട്ടർ ഫ്രണ്ട് വീൽ ഓഫ് ദി കാർ ക്യാൻ ട്രാൻസ്വേഴ്സ് ആൻഡ് ഒബ്റ്റെയിൻഡ് വെൻ ദ വീൽസ് വിച്ച് ഈസ് ദെയർ എക്സ്ട്രീം പൊസിഷൻ ഈസ് നോൺ ആസ് ടേണിംഗ് സർക്കിൾ അല്ലേ. അതായത് ആ വാഹനം കൊണ്ട് വരക്കാൻ പറ്റുന്ന സ്മാളസ്റ്റ് സർക്കിൾ, സ്റ്റിയറിംഗ് ഫുള്ള് തിരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ വണ്ടി കൊണ്ട് വരക്കുകയാണെങ്കിൽ ഒരു സ്മാളസ്റ്റ് സർക്കിൾ വരക്കുമല്ലോ അല്ലേ. കാരണം ഈ 2 വര വരച്ചിട്ടുള്ള എന്താണ്, ഇത് ഇന്നർ വീല് വരേണ്ടതാണ്, ഇത് ഔട്ടർ വീല് വരേണ്ടതാണ് അല്ലേ. ഇന്നർ വീലും ഔട്ടർ വീലും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാ പറയുന്നത്, വിച്ച് ഔട്ടർ ഫ്രണ്ട് വീൽ ക്യാൻ ട്രാവേഴ്സ് വിത്ത് ഒബ്റ്റെയിൻഡ് ദ വീൽസ് ഈസ് ഇൻ എക്സ്ട്രീം പൊസിഷൻസ് അല്ലേ, എക്സ്ട്രീം പൊസിഷൻസ് വരുന്നത്. അപ്പോൾ അതിനെയാണ് ടേണിംഗ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ ഫുള്ള് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുള്ളതിനെയാണ് ടേണിംഗ് സർക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ ഈ ആംഗിൾ 44 ഡിഗ്രി എന്നുള്ള ഓർക്കണം, അതൊരു ലോക്ക് പൊസിഷനാണ്. ആ കാര്യങ്ങൾ ഓർക്കണം. മൊത്തം നമ്മൾ വീൽ തിരിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, ഈ ഒരു സ്റ്റിയറിംഗ് ജോമെട്രിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിതിൽ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക. നമ്മൾ സ്റ്റിയറിംഗ് ജോമെട്രിയിലെ കാര്യങ്ങൾ എന്തായാലും പഠിക്കണം. നമുക്ക് എന്ത് പഠിക്കണം, ക്യാമ്പർ പഠിക്കണം, അതേപോലെ തന്നെ കിങ് പിൻ ഇൻക്ലിനേഷൻ പഠിക്കണം, അതേപോലെ തന്നെ ഇൻക്ലൂഡർ ആംഗിൾ അതിൻ്റെ കൂടെ ഉണ്ട്, അത് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. പിന്നെ കാസ്റ്റർ ഉണ്ട് അല്ലേ, സ്ക്രബ് റേഡിയസ് ഉണ്ട്, കാസ്റ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം കൂടിയുണ്ട്, ടോ ഇന്നും ആൻഡ് ടോ ഔട്ടും. ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് ജോമെട്രിയുമായി ബന്ധപ്പെട്ടത്. കുറേ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണ്. നമ്മൾ എന്താണ് കൺസെപ്റ്റ് എന്ന് അറിഞ്ഞിരിക്കണം, അതിൻ്റെ അറിഞ്ഞിരിക്കണം, അതിൻ്റെ വാല്യൂസും അറിഞ്ഞിരിക്കണം. സോ ഓരോന്നും തെറ്റാതെ പഠിക്കുക, ഏത് ഭാഗത്തോട്ടുള്ള ടിൽറ്റാണ്, എവിടെയാണ് തിരിയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാം. അപ്പോൾ സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സസ് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.